ആരും കാണില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. ബഹുവന്യരായ കുട്ടികളുടെ രക്ഷകർത്താക്കളെ, പണ്ഡിതന്മാരെ, വിശിഷ്ടാതിഥികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഇനി നടക്കാൻ പോകുന്ന 2 സെഷനുകൾ, ഒന്ന് പാരൻറ്റിങ് എന്ന ടൈറ്റിലുള്ള ഒരു പരിപാടി, അത് കഴിഞ്ഞാൽ മാതാപിതാക്കളോട് കുട്ടികൾക്കുണ്ടാകേണ്ട കൃത്യമായ സമീപനം. അതിനുവേണ്ടി ബഹുവന്യരായ പണ്ഡിതൻ, വാഗ്മി, നമ്മളുടെ സഹോദരൻ അലി ഷാക്കിർ മുണ്ടേരി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട്, പാരൻറ്റിങ്ങിന് ഒരുപാട് തലങ്ങളുണ്ട്, അതിൽ നമ്മളുടെ മക്കൾ എന്താവണമെന്നാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത് എന്നതിലുള്ള നമുക്കുള്ള ധാരണകൾ, അത് തിരുത്തേണ്ടത് എന്താണ് എന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും ശരിപ്പെടുത്തേണ്ടത് എന്തെല്ലാം എങ്ങനെ എന്നൊക്കെയുള്ള ഒരു വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ ഞാൻ ആരെയും കാണുന്നില്ല, ഈ ലൈറ്റ് കാരണം. ഇതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ സഹോദരിമാരാണ്, ഉമ്മമാരാണ് ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഇരിക്കാനുള്ള സീറ്റ് വളരെ പരിമിതമാണ് എന്ന് തോന്നുന്നു. ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ നടക്കുന്ന ഒരു പ്രസംഗമല്ല, ഒരു വയലല്ല, മറിച്ച് ഒരു ഫെസിലിറ്റേഷൻ ആണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളുമായി ബന്ധപ്പെട്ട നമ്മളുടെ ലക്ഷ്യബോധത്തിൻ്റെ വിഷയമായതുകൊണ്ട് തന്നെ ഒരല്പം ശ്രദ്ധ ഈ രംഗത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ എല്ലാവരെയും ഞാൻ ഉണർത്തുകയാണ്. നിങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാത്തത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഉദ്ദേശമല്ല, ആ ഒരു പരിപാടിയല്ല ഞാൻ ചെയ്യുന്നത്. മറിച്ച് നിങ്ങളെപ്പോലെ നിങ്ങളിൽ ഒരുവനാണ് ഈ വിഷയത്തിൽ ഞാനും. 4 മക്കളുള്ള ഒരു പിതാവാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ രംഗത്തുള്ള പ്രശ്നങ്ങൾ, നമ്മളുടെ ഈ രംഗത്തുള്ള നമ്മുടെ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, അത് നമ്മൾക്കിടയിൽ നമ്മളുടെ എല്ലാവരുടെയും, എനിക്കടക്കമുള്ള ആളുകളുടെ കൃത്യമായ ഒരു മനസ്സ് തുറക്കലിന് വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഞാൻ നടത്തുന്നത്. മാതാപിതാക്കൾ നടത്തി വരുന്ന രീതികളെ വിമർശിക്കാൻ ഞാൻ ആളല്ല. മാതാപിതാക്കൾ ഇന്ന് വലിയ അങ്കലാപ്പിലാണ്. പ്രത്യേകിച്ച് ആധുനിക ലോകം വളരെ പ്രതിസന്ധികളാണ്. നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ അടങ്ങിയ വെല്ലുവിളികളാണ് നമ്മളെ മക്കൾക്ക് മുന്നിൽ. ഇത് കണ്ട് നമ്മളെ മാതാപിതാക്കന്മാരെ പരാതി പറയുന്ന വല്ലാത്തൊരു ആദി പൂണ്ട ഒരവസ്ഥയിലാണുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഒരു പിതാവായ ഞാനും. അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തി വരുന്ന ഏതെങ്കിലും രീതികളെ വിമർശിക്കാനോ അത്തരമൊരു ലക്ഷ്യമൊന്നും എൻ്റെ ഈ ഒരു സംസാരത്തിനൊട്ടുമില്ല എന്ന് വിനീതമായി അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഈ സദസ്സിൽ ആരെങ്കിലും അമുസ്ലിം സഹോദരന്മാർ, സഹോദരികളുണ്ടെങ്കിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഈ വിഷയം സംസാരിക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായ ഒരു ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ടാണ്. അതങ്ങനെ ചെയ്യുമ്പോൾ അമുസ്ലിം സഹോദരങ്ങൾക്ക് അതൊരു പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. വാല്യൂസിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്.
സനാതന മൂല്യങ്ങളെക്കുറിച്ച് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. അവിടെ നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാമിക ഭൂമികയിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അവരുടേതായ വാല്യൂസിനെയാണ് ആ രംഗത്ത് കാണേണ്ടത് എന്ന് ഒന്ന് ഉണർത്തുകയാണ്. സമയം വളരെ പരിമിതിയുമാണ് നമുക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ആമുഖമായി ഒന്നും കൂടുതൽ പറയുന്നില്ല. ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ലക്ഷ്യബോധവുമായി ബന്ധപ്പെട്ട ഒരു വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഞാൻ നമ്മളെ കേൾപ്പിച്ചുകൊണ്ട് നമുക്കിത് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഈ ആയത്തിന്റെ വിഷയങ്ങളിലേക്ക് നമ്മൾ പിന്നെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മളെ മക്കളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ജീവിതം മുഴുവൻ നമുക്ക് ഇന്ന് മക്കൾക്ക് വേണ്ടി സമർപ്പിക്കാം എങ്കിൽ നാളെ നമ്മളെ മക്കൾക്ക് തന്നെയെങ്കിലും നല്ലൊരവസ്ഥ ഉണ്ടാകുമെന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ മുഴുവൻ മാതാപിതാക്കളുടെയും ഒരു സമർപ്പണം ഈ രൂപത്തിലുള്ളതാണ്. എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ ജോലി ചെയ്യുന്നത് എന്തിനാണ്? മക്കൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് മരുഭൂമിയിൽ വല്ലാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും ആയി ഇവിടെ ഇങ്ങനെ നിൽക്കുക? മക്കൾക്ക് വേണ്ടിയാണ്. എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. ആ ഒരു രൂപത്തിലാണ് നമ്മളുടെ അധ്വാനവും നമ്മളെ സമയവും നമ്മളെ ജീവിതവും നമ്മളെ ലക്ഷ്യബോധവും എല്ലാം നമ്മൾക്കുള്ളതെല്ലാം മക്കൾക്ക് എന്നുള്ള ഒരു രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവസാനം എന്ത് സംഭവിക്കും എന്ന് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ജീവിച്ചിട്ടില്ല. നമുക്ക് സൗകര്യങ്ങളും സുഖങ്ങളും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നമ്മുടെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളെ ശ്രദ്ധ നമ്മളെ മക്കൾക്ക് വേണ്ടി അതെങ്ങനെയെങ്കിലും, അത് ഏത് രൂപത്തിലായാലും മക്കൾക്ക് വേണ്ടി മുഴുവനായി തീർത്തും അങ്ങ് സമർപ്പിക്കുക എന്ന ഒരു രീതിയിലാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഞാൻ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വിഷയം നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക. നാട്ടിലുണ്ടായ ഒരു സംഭവം. മക്കളെ കാണാൻ കൊതിച്ച് സാധിക്കാതെ ഒരമ്മയുടെ അപ്പം ഈ മക്കൾ ചോദിക്കുന്നത്, ഞങ്ങളോട് പറഞ്ഞിട്ടല്ലല്ലോ അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, പിന്നെ അവരെ എവിടെ ഞങ്ങൾക്കില്ല. ഇത് ആദ്യത്തെ മകനെ വിളിച്ചപ്പോഴുള്ള അനുഭവം. രണ്ടാമതൊരു മകളാണ്. മകള് മെഡിക്കൽ ഓഫീസറാണ്.
ആ മകളെ വിളിച്ചപ്പോഴും ഇതേ സംഭവമാണ്. ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്തു? ചാനലിനെ അറിയിച്ചു, മലയാളം ന്യൂസ് ചാനലിനെ അറിയിച്ചു. അവരുടെ ലേഖക പോയിട്ട് ചാനലിൻ്റെ ആളുകൾ അവരുടെ ഫോണിൽ നിന്ന് ഈ 2 മക്കളെ വീണ്ടും വിളിക്കുകയാണ്. ആ വിളിക്കുന്ന രംഗങ്ങൾ അങ്ങനെ തന്നെ മലയാളം ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ് ഈ അടുത്ത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളിന്നാണ്. അവസാനം മലയാള ന്യൂസിൻ്റെ ലേഖക വിളിച്ച് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ ഉമ്മൻ്റെ കാര്യങ്ങൾ പറയാനല്ല, അമ്മ മരിച്ചു എന്ന് പറയാനാണ്. പക്ഷേ അപ്പോഴും ദേഷ്യം പിടിക്കുന്ന മക്കളാണ്. അപ്പോൾ ഒരു 2 മക്കളെ പോറ്റി വളർത്തിയ ഒരു അമ്മക്ക് ജീവിതാവസാനം വന്ന ഒരു ദുരവസ്ഥ. ഈ അമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ മക്കൾക്ക് അത് കേൾക്കാൻ സമയമില്ലാതെ ഫോൺ കട്ട് ചെയ്യുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ മലയാള നാട് കേരളത്തിലാണ്. ഈ ഒരു ന്യൂസ് ഞാൻ കേൾപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ മറ്റൊരു വശം അതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കൾ. അവസാനം നമ്മുടെ സഹോദരൻ അലി ഷാക്കിർ പറഞ്ഞു വെച്ച കാര്യം, നമ്മളെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് 10 വയസ്സായ മക്കളുണ്ട്, +1 പഠിക്കുന്ന മക്കളുണ്ട്, +2 പഠിക്കുന്ന മക്കളുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ, അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ, എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ദുരവസ്ഥകൾക്ക് യഥാർത്ഥ മൂലകാരണം പലപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ് എന്നതാണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗൗരവം. അത് ബോധ്യപ്പെടുത്താനാണ് ഞാനിത് വായിച്ചത്. നമ്മുടെ മുന്നിൽ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വല്ലാതെ പ്രയാസപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ വൈകിയ വേളയിൽ ഇരിക്കുന്നത് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച ഒരു സമയത്തിൻ്റെ പകുതി സമയം കൊണ്ട് ഓടിച്ചു പോകാനുള്ള ഒരു ശ്രമമാണ്. ദയവായി ഇതിനോട് സഹകരിക്കണമെന്ന് പറയുകയാണ്. എന്താണ് മക്കൾ പല രൂപത്തിൽ നമ്മൾക്ക് എതിരാവുന്നു. ചിലപ്പോഴൊക്കെ മക്കള് മാതാപിതാക്കൾ വെറുക്കുന്നു. ഉമ്മക്ക് കാര്യമായിട്ട് പരാതി പറയാനുള്ളത് ഈ 11, 12, 13, 14, 15 വയസ്സായ 10ാം ക്ലാസ്സിലും +1, +2 ഒക്കെ പഠിക്കുന്ന മക്കളെക്കുറിച്ച് പലപ്പോഴും പരാതികളാണ് പറയാറുള്ളത്. എപ്പോഴും എന്താണ് ഇതിന് കാരണം? മക്കൾക്ക് ഇങ്ങനൊരവസ്ഥ, അത് ഒരു വേള ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് എന്നാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഞാൻ ഈ ഒരു ഹദീസാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ഞാൻ അതൊന്നും വായിക്കാൻ സമയമില്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മാതാപിതാക്കൾ, ഈ ഉത്തരവാദിത്തം നൽകപ്പെട്ട ആളുകൾ ഒരു ആട്ടിടയനെ പോലെയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാതാവ് ഒരു പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പിതാവ് ഒരു ആട്ടിടയനാണ്. എന്താണ് ആട്ടിടയൻ്റെ പണി? ആട്ടിടയന് ഒരു കൂട്ടം ആടുകളെ കൊടുത്തിട്ടുണ്ടാവും, ഒരു വടിയും കൊടുത്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഭക്ഷണവും അതിൻ്റെ ക്ഷേമവും അതിൻ്റെ താമസവും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കും അതിൻ്റെ ദിശകളും അതിൻ്റെ മാർഗദർശനവും അതിൻ്റെ രോഗങ്ങളും അതിൻ്റെ ചികിത്സകളും എല്ലാം ഈ ആട്ടിടയൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഈ ഒരു ആട്ടിടയൻ എന്ന പ്രയോഗമാണ് ഒരു വീടിൻ്റെ ഉടമസ്ഥനായ പിതാവിനെ കുറിച്ച്, പിതാവായ ഒരു പുരുഷന്മാരെ കുറിച്ച് ഈ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിൽ പറയുന്നത്. ഇപ്പനെ കുറിച്ച് പറഞ്ഞു നിർത്തിയില്ല, ഉമ്മനെ കുറിച്ചും പറഞ്ഞു. ഉമ്മനെ കുറിച്ച് പറയുന്നത് ഭർത്താവിൻ്റെ ഉടമസ്ഥതയിലുള്ള വീടിൻ്റെ കാര്യങ്ങളും ഭർത്താവിൻ്റെ ഇവരുടെയും മക്കളുടെ കാര്യങ്ങളുടെയും ഒരു ആട്ടിടയനാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പഠിപ്പിച്ച, മാത്രമല്ല ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച വളരെ പ്രഗത്ഭമായ ഒരു ഹദീസാണ്. അപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് മക്കളുടെ വിഷയത്തിൽ ഉള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പറയാറുണ്ട് മക്കളെ നമ്മൾ പോറ്റി വളർത്തുന്നു. എന്താണ് ഈ പോറ്റി വളർത്തൽ? വളരെ തെറ്റായ ധാരണകളോ മനസ്സിലാക്കലുകളോ ആ രംഗത്ത് ശരിയല്ലാത്ത ചില മെത്തഡോളജികളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പാരന്റിങ് ആണല്ലോ വിഷയം. അതിൻ്റെ മലയാളം രക്ഷകർതൃത്വം നൽകുക എന്നാണ്. എഫക്റ്റീവ് പാരന്റിങ് എന്നാണ് പറയാറ്. ഫലവത്തായ രക്ഷകർതൃത്വം നൽകുക.
യഥാർത്ഥത്തിൽ പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു നിർവചനമുണ്ട്. അതിൻ്റെ നിർവചനം എന്ന് പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്ക് എന്താണോ നിങ്ങൾ നൽകുന്നത് അതിനല്ല പാരന്റിങ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നമ്മൾ നൽകുന്നത് എന്തിനാണോ അതിന് പാരന്റിങ് എന്ന് പറയുന്നില്ല. മറിച്ച് കുട്ടികൾക്ക് കുട്ടികളുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മൾ കുട്ടികളെ ഏത് രൂപത്തിലാണോ ഒരുക്കുന്നത് അതിനാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ നിർവചനം. ആ അർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ അതല്ല പാരന്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ലൊരു സ്കൂൾ തിരഞ്ഞെടുത്ത് അവിടെ കൊണ്ട് ചേർക്കുന്നതല്ല യഥാർത്ഥത്തിൽ പാരന്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് അസുഖമാകുമ്പോൾ നമ്മൾ ഒരു ഉമ്മ സ്വാഭാവികമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം അതിന് ചികിത്സ കൊടുക്കുന്നത്, അതിനല്ല പാരന്റിങ് എന്ന ഒരു സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ കുട്ടി വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് ഈ കുട്ടിക്ക് ചില ദൗത്യങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ട ഒരുപാട് സ്കില്ലുകൾ, കഴിവുകൾ ഈ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്കില്ല് ഏതാ എന്ന് ആദ്യം അറിഞ്ഞു തുടങ്ങേണ്ടത് മാതാപിതാക്കളാണ്. പിന്നെ അത് അറിഞ്ഞു തുടങ്ങേണ്ടത് ടീച്ചേഴ്സാണ്. കുട്ടികളെ സ്കൂളിലെയും മദ്രസകളിലെയും ടീച്ചേഴ്സ്. ഈ അധ്യാപികമാരും ഉമ്മയും ഉപ്പയും കൂടി തൻ്റെ കുട്ടിയുടെ സാധ്യതകൾ, സ്കില്ലുകൾ മനസ്സിലാക്കുമ്പോൾ ഏതൊരു ദൗത്യത്തിനാണ് ഈ കുട്ടി കൂടുതൽ പ്രാപ്തനാവുക, യോജിച്ച കഴിവുകളുള്ളത് എന്ന് മനസ്സിലാക്കി ഈ ഭൂമിയിൽ പല ദൗത്യങ്ങളും ഈ കുട്ടിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പല പ്രതിസന്ധികളും ജീവിതത്തിൽ വരും. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഈ മാതാപിതാക്കൾ ഈ കുട്ടിയെ എങ്ങനെ ഒരുക്കുന്നു, എങ്ങനെ അതിനനുസരിച്ച് എന്തൊക്കെ നൽകുന്നു, അതാണ് പാരന്റിങ്. ഈ പാരന്റിങ് നമുക്ക് ഇപ്പൊ നിങ്ങൾ നോക്കൂ, കുട്ടികൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഒരു സ്കൂൾ ചേർത്താൽ പോലും ഒരു മാതാവും പിതാവും അനുഭവിക്കുന്നതിലും എത്രയോ കഠിനമായ സാഹചര്യങ്ങളാണ് കലാലയങ്ങളിൽ പോലുമുള്ളത്. ഒരുപാട് മാതാപിതാക്കൾക്ക് ജനിച്ച മക്കൾ, ആ പല സ്വഭാവക്കാരായ മക്കൾ, അവർക്കിടയിലാണ് നമ്മളെ കുട്ടി ചെന്ന് പെടുന്നത്. പല തരക്കാരായ അധ്യാപകന്മാരുടെ ഇടയിൽ പോലും നമ്മളെ കുട്ടി പലപ്പോഴും പ്രയാസപ്പെടുന്നു. പല അധ്യാപകന്മാരും കുട്ടികളുടെ മനഃശാസ്ത്രം അറിയുന്നവരല്ല. മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടിക്ക് നൽകേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ നൽകാൻ പാകതയും പക്വതയും ലഭിക്കാത്ത ഒരുപാട് ടീച്ചേഴ്സുകളുള്ള ലോകവുമാണിത്. അവിടെയൊക്കെ നമ്മളെ കൊച്ചുകുട്ടി വളരുകയാണ്. അതിനി LKG ആണെങ്കിലും സ്കൂളുകളാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നമ്മളെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ പിടിച്ചു നിൽക്കാൻ, മുന്നോട്ട് പോവാൻ, അതിനെ തരണം ചെയ്യാൻ, മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ എന്ത് കരുത്താണ് മാതാപിതാക്കൾ വീടുകളിൽ നിന്ന് കുട്ടി ജനിച്ചത് മുതൽ നൽകുന്നത്. അതിനാണ് രക്ഷകർതൃത്വം, എഫക്റ്റീവ് പാരന്റിങ്, ഫലവത്തായ രക്ഷകർതൃത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് ഒരു മാതാവിനെ കുറിച്ചോ പിതാവിനെ കുറിച്ചോ മാത്രമല്ല. പല കേസിലും മാതാവ് മരിച്ചിട്ടുണ്ടാവും, പിതാവ് മരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ രണ്ടുപേരും മരിച്ചിട്ടുണ്ടാവും. രക്ഷകർത്താക്കൾ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഈ രൂപത്തിലുള്ള വളർച്ചയെ ആരൊക്കെ സഹായിക്കുന്നു, ആരൊക്കെ സ്വാധീനിക്കുന്നു, അതൊരു പക്ഷേ അമ്മാവന്മാരാവാം, മറ്റ് കുടുംബ ബന്ധുക്കളാവാം, ആങ്ങളമാരും ഇക്കാക്കമാരും ഇത്താത്തമാരും ഒക്കെ ആവാം. അവരൊക്കെ പല രൂപത്തിലുള്ള രക്ഷകർത്താക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ രൂപത്തിൽ ഉള്ള ഒരു പാരന്റിങ് നമുക്ക് പ്രകൃതിയിൽ നമുക്ക് കാണാം. നിങ്ങൾ നോക്ക്, പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഭക്ഷണം കൊടുക്കുന്ന വിഷയം വേറെയുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കുന്ന ഒരുപാട് കിളികൾ കൂടുകൂട്ടുന്നതൊക്കെ കണ്ടാൽ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ഒരു കുട്ടി മുട്ടയിൽ നിന്ന് വിരിയാൻ ആകുമ്പോഴേക്കും എന്തുമാത്രം പാകത്തിലാണ് കൂടി കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അതിനെക്കുറിച്ചല്ല യഥാർത്ഥത്തിൽ പാരന്റിങ് എന്ന് പറയുന്നത് എന്നതാണ് ആ സയൻസ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് എങ്ങനെയാണ് ഈ ഭൂമിയിൽ നീ ജീവിച്ച് മുന്നേറേണ്ടത്, അത് പഠിപ്പിക്കുന്ന അതിനാണ് ഈ പാരന്റിങ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കാണാം. ഇവിടെ കരുത്തോടുകൂടി, മനോധൈര്യത്തോടുകൂടി, എല്ലാവിധ തൻ്റെടത്തോടുകൂടി, ആഢ്യത്തരോടുകൂടി, അഭിമാനബോധത്തോടുകൂടി ഈ ഭൂമിയിൽ മുന്നേറാൻ കുട്ടികൾക്ക് സാധിക്കണം. ആ ഒരു പാരന്റിങ് നാം നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ എവിടെയും ഏത് പ്രതിസന്ധികൾ നീന്തിക്കടക്കാനും
കുട്ടികളെ പ്രാപ്തയാക്കുന്ന ഒരു ഉമ്മയുടെ ആണ് നമ്മളിവിടെ കാണുന്നത്. ഒരു പറക്കാൻ പഠിപ്പിക്കുന്ന ഉമ്മ തൻ്റെ കുട്ടിയെ ചിറക് മുളച്ച് വരുമ്പോൾ പറക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ കിളിക്കുഞ്ഞ് പലപ്പോഴും താഴെ വീണ് പരിക്കുകൾ പറ്റുന്നത് നമ്മൾ കാണുന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പറക്കാൻ പഠിച്ചേ പറ്റൂ. തൻ്റെ കുഞ്ഞെങ്ങാനും പറന്നു പോകാൻ പഠിക്കേണ്ട കൃത്യമായ ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അവിടെ കൃത്യമായ പഠനങ്ങൾ നൽകുന്ന ഒരു ഉമ്മയുടെ ചിത്രമാണ് ഇവിടെ. അപ്പൊ ഇത് നമ്മൾ പാരന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ നമുക്ക് കാണാം. ഇത് തന്നെയാണ് മനുഷ്യന്മാർ, രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ നമ്മളെ കുട്ടികളിൽ നിന്ന് ചെയ്യേണ്ടത്. ഒരു കുട്ടിയെ ഒരു വിത്തായിട്ടാണ് നമുക്ക് നൽകിയത്. ആ വിത്ത് വളരെ കൃത്യമകൂല സാഹചര്യങ്ങളിൽ പാകത്തിന് വെള്ളവും വെളിച്ചവും വളവും മണ്ണും ഒക്കെ വളരെ കൃത്യമായ അളവിൽ ഓരോരോ സമയത്തും കൊടുക്കേണ്ട അളവ് പലതാണ്. വെള്ളം കൂടിയാൽ പ്രശ്നമാണ്, വളം കൂടിയാൽ പ്രശ്നമാണ്, മണ്ണ് പാകപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് മുളക്കുകയില്ല. ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് ഒരു വിത്ത് എങ്ങനെയാണോ മുളപ്പിക്കുന്നത് വളരെ കരുത്തായി ഏത് സൂര്യപ്രകാശത്തിലും മഴ പെയ്താലും അതിനൊക്കെ അതിജീവിച്ച് ഈ ഭൂമിയിൽ വളർന്ന് പന്തലിക്കാനുള്ള ആ ഒരു പോറ്റി വളർത്തുക, അതാണ് പോറ്റി വളർത്തൽ. നമ്മളെ മക്കളെ പല മാതാപിതാക്കളും മക്കളെ വളർത്തുന്ന രീതികളിലേക്ക് നോക്കിയാൽ സത്യം ഇങ്ങനൊരു പോറ്റി വളർത്തൽ നടക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഗൾഫുകാരുടെ പ്രവാസികളുടെ കാര്യം ഈ രംഗത്ത് അപകടകരമായ കഷ്ടമാണ് എന്നതാണ് വളരെ സങ്കടകരമായി നമ്മെ ദുഃഖിപ്പിക്കേണ്ട ഒരു അവസ്ഥ. കാരണം മാതാപിതാക്കളുടെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സാന്നിധ്യം ഈ രംഗത്ത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ട സമയങ്ങളിൽ ലഭിക്കാത്ത വലിയൊരവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പാരന്റിങ് എന്ന വിഷയം പറയുമ്പോൾ ആദ്യമായി ഇത് കേൾക്കുന്ന രക്ഷകർത്താക്കള്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തീരുമാനമെടുക്കേണ്ടത് ഈ രംഗത്തൊരു മാറ്റത്തിന് നമ്മൾ വിധേയമാവണമെന്നാണ്. പെട്ടെന്നുള്ളൊരു മാറ്റം. എന്താണ് പോറ്റി വളർത്തൽ കൊണ്ട് ഉദ്ദേശിച്ചത്? അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അവിടെ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ? അത് ഒരിക്കലും നമ്മൾക്ക് നൽകാതെ പോയിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണവും വ്യക്തിത്വ വികാസവും എല്ലാം കൃത്യമായി ഊട്ടപ്പെടുന്നത് ഈ പ്രസവിച്ചതിന് ശേഷം മാതാപിതാക്കള് ആദ്യകാലങ്ങളിൽ തൊട്ട് തുടങ്ങി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പോറ്റി വളർത്തലിൽ നിന്നാണ് അത് ലഭിക്കുന്നത്. അതല്ലാതെ സ്കൂളുകളിലെ ടീച്ചർമാരെടുത്ത് നല്ല എന്ന് നമ്മൾ ആദ്യം ആ രംഗത്ത് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ ആ രംഗത്തൊരു മാറ്റത്തിന് തയ്യാറാവുന്നില്ലെങ്കിൽ ആ രംഗത്ത് ഉദ്ദേശിച്ച ഒരു മാറ്റവും നടത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കണ്ടത്. ഇപ്പം നമ്മളെ പല ഈ രംഗത്ത് ഈ സ്നേഹം എന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ ഉള്ള ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് മാതാക്കളിൽ നിന്ന് ഒഴുകി സംഗതിയാണ്. പുരുഷന്മാർക്കൊരു പിതാവാവുന്നതോടുകൂടി അത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അതും നമുക്ക് പ്രകൃതിയിൽ എവിടെയും കാണാം. ഈ നമ്മളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രത്യേകിച്ച് ചെറിയ ഈ പൂച്ച കുറച്ച് വലുതായാൽ അതുണ്ടാവില്ല, പക്ഷേ ചില പ്രത്യേക സന്ദർഭത്തിൽ ആ സ്നേഹം വലിയ വിലയുണ്ട്. അത് വെറുതെ ഒരു സ്നേഹിക്കാനുള്ളതല്ല. ഒരു മനുഷ്യക്കുട്ടിയുടെ, ഏത് ജീവിയുടെ കുട്ടിയുടെയും വ്യക്തിത്വ വികാസത്തിന് ഏറ്റവും കൂടുതൽ എനർജി നൽകുന്ന ഒരു എഞ്ചിനാണ് മാതാപിതാക്കൾ നൽകുന്ന സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അതിനെ പിടിച്ച് ഉമ്മ വെച്ചു. ഇത് കണ്ട ഒരു സഹാബി അത്ഭുതം കൊണ്ട് ചോദിച്ചു, പ്രവാചകരെ അങ്ങനെയോ? എനിക്ക് 10 കുട്ടികളുണ്ട് പ്രവാചകരെ, ഞാൻ ഒരു കാലത്ത് ഒരിക്കലും ആ കുട്ടിയെ ഉമ്മ വെച്ചിട്ടില്ല. വളരെ ഗൗരവത്തിൽ അവന്റെ മുഖത്തേക്ക് പ്രവാചകൻ നോക്കിയിട്ട് പറഞ്ഞു, എന്താ നീ ഉമ്മ വെക്കണമെന്നല്ല പറഞ്ഞത്, ഒരല്പം നോക്കിയിട്ട് പറഞ്ഞു, ഈ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു കരുണ, ഒരു മേഴ്സി നൽകാൻ കഴിയാത്ത ഒരാൾക്ക് ആ കരുണ അവർക്ക് ആ മനുഷ്യന് കിട്ടുകയില്ല. വളരെ ഗൗരവമായ ഒരു സംസാരമാണ് അവർ സംസാരിച്ചത്. അപ്പൊ നമ്മൾ ചില ഉപ്പമാരൊക്കെ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കാൻ മടിച്ചിരുന്ന
കാലഘട്ടമായിരുന്നു പഴയ കാലഘട്ടമൊക്കെ. ഇപ്പം അത് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മൾ കൊടുക്കുന്ന ഇപ്പം നമ്മളെ മക്കള് ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട സംഗതികൾ വേറെയാ, ഉപ്പയിൽ നിന്ന് കിട്ടേണ്ട സംഗതി വേറെ. ഇത് രണ്ടും ഒന്നല്ല. ഇപ്പോ സ്നേഹം അതുവഴി ഉണ്ടാകുന്ന എല്ലാവിധ വ്യക്തിത്വ വികാസവും കുട്ടിക്ക് നടക്കേണ്ടത് ഉമ്മയുടെ സ്നേഹമാണ്. ഒന്ന്. രണ്ട്, ഒരു വ്യക്തിത്വ വികാസത്തിന്റെ ഒരു ഐബണ്ട് വളരുമ്പോൾ അത് പിതാവിൽ നിന്നാണ് കിട്ടേണ്ടത്. അങ്ങനെ കുട്ടി വളരുമ്പോൾ കുട്ടിയുടെ ഐഡന്റിറ്റി ഉപ്പന്റെ ഐഡന്റിറ്റിയാണ്. ഉപ്പയുടെ മകൻ അസീൽ എന്ന് ആരും പറയില്ല. എല്ലാവരും പറയുക അബ്ദുറസാഖിന്റെ മകൻ അസീൽ എന്നാണ് പറയുക. അപ്പൊ മക്കൾക്കുള്ള ഐവിൽ നിന്നാണ്. അപ്പൊ ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ കുട്ടി വളരുന്നതുമായി അവസാനം എന്തൊക്കെ അച്ചീവ്മെന്റുകൾ എത്തുന്നോ അവിടെയൊക്കെയുള്ള ഐഡന്റിറ്റിയുടെ അടിസ്ഥാന പ്ലാറ്റ്ഫോം ഉപ്പ നൽകുന്ന ഒരുപാട് സ്ഥൈര്യം, ധൈര്യം, അഭിമാനബോധം, ഞാൻ എൻ്റെ ഉപ്പയുടെ മകനാണ് എന്ന ഒരുപാട് വ്യക്തിത്വ വികാസത്തിന് കിട്ടേണ്ടതുണ്ട്. അത് വിശദമായി പറയുന്നില്ല. അപ്പോൾ സാന്നിധ്യം നിർബന്ധമാണ്, മാതാവിൻ്റെ സാന്നിധ്യം നിർബന്ധമാണ്. ഇത് നമ്മൾ എങ്ങനെങ്കിലും നമ്മൾ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ഉപയോഗിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ട്. ഈ രംഗത്ത് കൊടുക്കേണ്ടത് നേരിട്ട് കഴിയുന്നില്ലെങ്കിൽ റിമോട്ടായിക്കൊണ്ട് തന്നെയെങ്കിലും കൊടുക്കായിത്തം നമുക്കതിലുണ്ട്. അപ്പോഴേ പോറ്റി വളർത്തൽ നടക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ചിത്രം നിങ്ങൾ കണ്ടോ? എന്താണിത്? ഒരു കുട്ടി നമസ്കരിക്കുകയാണ്. കുട്ടിയോട് ആരും പറഞ്ഞിട്ടില്ല നീ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. പക്ഷെ ആ കുട്ടി നമസ്കരിച്ച് പഠിക്കുന്നു. എങ്ങനെ പഠിക്കുന്നു? മുതിർന്ന ആളുകൾ നമ്മളെ മാതാപിക്കുന്നതായി കാണുമ്പോൾ കുട്ടി അതുപോലെ നമസ്കരിക്കുകയാണ്. ഉപ്പ എങ്ങനെയാണോ ഫോൺ ചെയ്യുന്നത് അതുപോലെ കുട്ടി ഫോൺ ചെയ്യുകയാണ്. ഉപ്പ എങ്ങനെ അതേ ശൈലിയിലും കുട്ടി സംസാരിക്കുകയാണ്. അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. മറ്റൊരു ചിത്രം നോക്കൂ. ഇതെന്താണ്? ഇവിടെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കുക. ഉപ്പ പുകവലിക്കുകയാണ്. പുകവലിക്കുന്നതിലുള്ള അങ്ങേയറ്റത്തെ ഉപ്പാക്ക് ലഭിക്കുന്ന ഒരു ആസ്വാദനം ഈ രണ്ട് കുട്ടികളുടെ കണ്ണുകളിൽ നമുക്ക് കാണാം. ഈ ഉപ്പയുടെ ഈ രണ്ട് പിഞ്ചുമക്കൾ വലിയ വലിയ രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ അപകടകാരികളായ പുകവലിക്കാരായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നതാണ് ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്താണ്? ഇത് കാണുന്നുണ്ടാവും. ഒരു ഉടലിന്റെ തിരമാലകൾ ഭയപ്പെടാതെ ഉമ്മ പോവുകയാണ്. ഉമ്മ എന്തിനോ പോവുകയാണ്. പക്ഷേ കുട്ടികൾ പോകുന്നത്, മക്കള് തിരമാലകളുടെ അപകടങ്ങൾ മക്കൾ പ്രശ്നമാക്കുന്നില്ല. മക്കൾ പിന്തുടരുന്നത് മാതാവിനെയാണ്. എല്ലാം മാതാവിൽ അർപ്പിച്ച് ചെയ്യുന്നത് പോലെ മാതാവ് ഒരു പക്ഷെ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരിക്കും. പക്ഷെ കുട്ടിക്ക് അതറിയില്ല. മാതാവ് കടലിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മാതാവിനെ പിന്തുടർന്നുകൊണ്ട് കുട്ടികൾ പോവുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് നമ്മൾ പറയുന്നതിൽ നിന്നല്ല. വളരെ ഗൗരവമായിട്ട് വിശദീകരിക്കാൻ സമയമില്ല. നമ്മളെ മാതാക്കളൊക്കെ, നമ്മുടെ സ്ത്രീകൾ, ഭാര്യമാര് കുട്ടികളുടെ വിഷയത്തിൽ ഒരല്പം വളരെ ക്ഷീണിതരാണ്. എന്ത് പറഞ്ഞിട്ടും കുട്ടികൾ കേൾക്കുന്നില്ല. വീട്ടിൽ ബഹളമാണ്. സ്കൂളിൽ പോകുന്ന സമയം പ്രത്യേകിച്ച് കുട്ടികളെ ഭക്ഷണം കൊടുത്ത് നമ്മളെ പുസ്തകങ്ങളും ധരിച്ച് കുട്ടികളെ ബസ്സിൽ കയറ്റുന്നത് വരെ ഒരു ബദർ യുദ്ധമാണ് നമ്മളെ വീടുകളിലൊക്കെ നടക്കുന്നത്. എന്നിട്ട് അതിൽ പേടാപ്പാട് പെടുകയാണ് സ്ത്രീകൾ. നമ്മൾ അറിയുക, നമ്മളുടെ സംസാരത്തിൽ നിന്നും നമ്മളുടെ ഒച്ചവെക്കലിൽ നിന്നും നമ്മളുടെ വലിയ ശബ്ദങ്ങളിൽ നിന്ന് കുട്ടികൾ കാര്യമായി ഒന്നും പഠിക്കുന്നില്ല. മറിച്ച് കുട്ടികൾ പഠിക്കുന്നതിന് വാട്ട് യു ആർ, നിങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് എന്ന് കാണുന്നതിൽ നിന്നാണ് കുട്ടി കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. ചിൽഡ്രൻ ലേൺ മോർ ഫ്രം വാട്ട് യു ആർ ദാൻ വാട്ട് യു ടീച്ച്. പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്നതിൽ നിന്നല്ല കുട്ടി പഠിക്കുന്നത് എന്ന ഒരു വസ്തുത നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ പറയുന്നത് ഒരു 10% നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഒരു 10% നമ്മൾ പറയുന്നതിൽ നിന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി 90% കുട്ടികൾ പഠിക്കുന്നത് ഞാനെന്ന ഉപ്പയും ആ കുട്ടിയുടെ ഉമ്മയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സാഹചര്യത്തിൽ പെരുമാറുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നൊക്കെ കണ്ട് പഠിക്കുകയാണ്. അവിടെയാണ്
90% പഠനവും നടക്കുന്നത്, അല്ലാതെ പറയുന്നതിൽ നിന്നല്ല. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നാൽ തൊട്ട് പിറ്റേന്ന് സ്കൂളിലേക്കുള്ള ആ പുസ്തകമെടുത്ത് വെക്കലും ഡ്രസ്സ് ചെയ്യലും ഒരുങ്ങലും കുളിക്കലും എങ്ങനെയാണ് എന്ന് ഒരു പക്ഷേ കുട്ടികളോട് ചേർന്ന് കുറച്ച് ദിവസം കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ബുക്കുകൾ ഒന്ന് കുട്ടി എടുത്തു വെക്കുമ്പോൾ ഒന്ന് ഉമ്മ എടുത്തു വെക്കുക. അങ്ങനെ ബുക്കുകൾ ടൈം ടേബിൾ പ്രകാരം തലേന്ന് തന്നെ എടുത്തു വെക്കുക. ഐഡന്റിറ്റി കാർഡ് എടുത്തു വെക്കുക, പെന്ന് എടുത്തു വെക്കുക, പെൻസിൽ എടുത്തു വെക്കുക. എന്നിട്ട് ബാഗ് തോളിൽ തൂക്കുക. മാഷാ അല്ലാഹ് വളരെ ഉഷാറായിക്കണേ. എന്നിട്ട് ആ ടേബിൾ മേൽ കൊണ്ടുവെക്കുക. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം, ഇനി നമുക്ക് ഉറങ്ങാം, ഇങ്ങനെ വേണം എന്നും തലേന്ന് പ്രിപ്പയർ ചെയ്യണം. എന്ത് സുഖമാണ് ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന കുട്ടി. ഇത് നമ്മൾ വളരെ പല മാതാപിതാക്കളും കുട്ടികളെ ഈ രൂപത്തിൽ ഭാഷകളും സയൻസുകളും ഒക്കെ പഠിപ്പിക്കുന്ന ജോലി പോലും ചെയ്യുന്നുണ്ട്. മാതാവ് അതിന് കഴിവുള്ള ആളുകളാണെങ്കിൽ പോലും മാതാക്കൾ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. പഠിപ്പിക്കാൻ സ്കൂളിൽ ഏൽപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിക്കുകയും അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അതിനുള്ള മോട്ടിവേഷനും പ്രചോദനവും ആവേശവും പഠിക്കുന്നതും പുസ്തകത്തിൻ്റെ മുന്നിലിരിക്കുന്നതും പുസ്തകം തുറക്കുന്നതും അതിലേക്ക് നോക്കി വായിക്കുന്നതുമൊക്കെ അത് കുട്ടികൾക്ക് രസകരമാക്കാൻ എന്തുണ്ട് മാർഗം? ഈ ഉമ്മക്ക് അതിന് കഴിയും. അതിനുള്ള സ്കില്ലാണ് ഒരു സ്ത്രീക്ക് പടച്ചവൻ നൽകിയത്. അത് ഒരല്പം പറയേണ്ടതുണ്ടായിരുന്നു, പക്ഷെ അത് പറയാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പറയുന്നതിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് വെറും 10% കുട്ടികൾ പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളോട്. കുട്ടികളുടെ സംസാരത്തിന് അതായി മാറുന്നു എന്നുള്ളതാണ്. അതൊരു വസ്തുതയാണ്. അയൽവാസികളോട് ഒരു നമ്മൾ ശണ്ട കൂടുന്നത് കുട്ടി നോക്കി നിൽക്കുകയാണ്. കുട്ടി മനസ്സിലാക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാനും പെരുമാറേണ്ടതും സംസാരിക്കേണ്ടതും ഈ രീതിയാണ് എന്ന് കുട്ടി പഠിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പിതാക്കളുടെ മക്കൾ ഈ രൂപത്തിലായിരിക്കും സംസാരിക്കുക. അപ്പുറത്ത് ആരാണ്? ഒരുപക്ഷെ ഉപ്പൻ്റെ സുഹൃത്തായിരിക്കും, ഉപ്പനെ പോലെ പ്രായമുള്ള അതിലും ഒരാളായിരിക്കും. പക്ഷേ ആ വകതിരിവ് ഈ കുട്ടി കണ്ടുപഠിച്ചിട്ടില്ല. കുട്ടി കണ്ടുപഠിച്ചത് ഉപ്പ എങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ സംസാരിച്ചത്, എത്രമാത്രം ഒച്ച വെച്ചു, എന്തൊക്കെ ശൈലി ഉപയോഗിച്ചു, ഉപ്പൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയൊക്കെ ആയിരുന്നു, അതുപോലെ പെരുമാറാനുള്ള പഠനം ആ കുട്ടിക്ക് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ നമ്മൾ ഗൗരവം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ രംഗത്ത് ഒരു ചേഞ്ചിന് തയ്യാറാവാൻ മാതാപിതാക്കൾ തയ്യാറായേ പറ്റൂ. അതില്ലെങ്കിൽ ഈ നമ്മളെ മുമ്പുള്ള പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മളും ഈ രൂപത്തിൽ പ്രായമാവാൻ പോവുകയാണ്. നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്നിടത്ത് നമ്മളെ മക്കളെ നമുക്ക് ലഭിക്കുകയില്ല. അതിനുള്ള വലിയ ഉത്തരവാദികളും നമ്മളായി തന്നെ മാറും എന്നുള്ളതാണ്. ഇവിടെ ഒരു സയൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചാൽ ആ മനുഷ്യക്കുഞ്ഞിൻ്റെ 80% തലച്ചോറിൻ്റെയും വളർച്ച പൂർത്തിയാവുന്നത് ആ കുട്ടിക്ക് 3 വയസ്സാകുമ്പോഴാണ്. 3-ാം ക്ലാസ്സിലെത്തുമ്പോൾ എന്നല്ല, ആ കുട്ടിക്ക് 3 വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് വേണ്ട തലച്ചോറിൻ്റെ 80% വളർച്ചയും പൂർത്തിയാകും. ബാക്കിയുള്ള അവിടുന്ന് അങ്ങോട്ടും കൂടി വളർന്ന് 90% വളർച്ചയാകുന്നത് ആ കുട്ടി 5 വയസ്സ് പ്രായമാകുമ്പോഴാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അതിൻ്റെ വിഷയം? ഇവിടെ ഒരു ചാർട്ടാണ്. ഇപ്പോൾ ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് തലച്ചോറിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 90 ഗ്രാം ഉണ്ടാകും ജനിക്കുന്ന സമയത്ത്. ഇന്ന് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ആൺകുട്ടിയാണെങ്കിൽ 390 ഗ്രാം, പെൺകുട്ടിക്ക് ഒരല്പം കുറയും. 1 വയസ്സായാൽ ആ 390 ഗ്രാമിൽ 1 കിലോന്റെ അടുത്ത് തലച്ചോറിന്റെ ദൂരമെത്തും. 2 വയസ്സായാൽ 120 ഗ്രാമായി അത് വളരും. 3 വയസ്സായാൽ 1 കിലോ 270 ഗ്രാമായി ആ തലച്ചോറ് വളരുകയാണ്. പിന്നെ 80 വയസ്സ് വരെ ആ കുട്ടി അങ്ങ് വലിയ മനുഷ്യനായി ജീവിച്ചാൽ തലച്ചോറ് പിന്നെ 300 ഗ്രാമേ ആവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 3 വയസ്സാകുമ്പോഴേക്കും, അതല്ലെങ്കിൽ 5 വയസ്സാകുമ്പോഴേക്കും 100% വളർച്ചയും ഒരു കുട്ടിയുടേത് പൂർത്തിയാവുന്നത്. എന്താണ് ഇത് മനസ്സിലാക്കുന്നത്? ഇത് മനസ്സിലാക്കുന്നത്
ഈ സമയത്ത് ഈ 90% വളർച്ച നടക്കുന്ന 3 വയസ്സ് വരെയുള്ള 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ കുട്ടി വളരെ ക്യൂരിയോസിറ്റിയോടുകൂടിയാണ് ഈ കുട്ടി നമ്മളെ നോക്കുന്നത്, പ്രകൃതിയെ നോക്കുന്നത്, ചലനങ്ങൾ നോക്കുന്നത്. എല്ലാം ഒപ്പിയെടുക്കുകയാണ് തലച്ചോറ്. കാഴ്ച കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട്, സ്പർശിച്ചുകൊണ്ട് എല്ലാം സ്വായത്തമാക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ നിങ്ങൾ എടുത്തുകൊണ്ട് അമ്പിക്കാൻ, ആകാശം കാണിക്കാൻ, അരുവികളുടെ കളകള ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ, കിളികൾ പാറുന്നത് കേൾപ്പിക്കാൻ ഏറെ സമയം ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിച്ച ഒരു കുട്ടിയുടെ വല്ലാത്ത തലച്ചോറിന്റെ വികാസവും വ്യക്തിത്വ വികാസവും സമാധാനപൂർണമായ വലിയൊരു ഉന്നത വ്യക്തിത്വത്തിലിടാൻ ആ വളർച്ച പ്രേരിപ്പിക്കും. എന്നാൽ കലഹങ്ങളും ചണ്ടകളും ശബ്ദകോലാഹലങ്ങളും പ്രശ്നാധിഷ്ഠിതവുമായ ഒരു കുടുംബാന്തരീക്ഷം വളരുന്ന അരവയസ്സായ, 1 വയസ്സായ, 2 വയസ്സായ, 3 വയസ്സായ കുട്ടി, ആ കുട്ടിയുടെ ഈ തലച്ചോറിന്റെ ഈ 90% നടക്കുന്ന വളർച്ചയുടെ സമയത്ത് ആ കുട്ടിയുടെ തലച്ചോറിന്റെ രൂപപ്പെടലുകൾ, ഈ സ്വഭാവ കോഡുകൾ വളരെ അപകടകരമായ രീതിയിൽ 5 വയസ്സ് വരെ ഇങ്ങനെ രൂപപ്പെടുന്ന സ്വഭാവത്തിന്റെ, ക്യാരക്ടറിന്റെ കോഡുകളാണ് ആ കുട്ടിയുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള 100 വയസ്സ് വരെ ജീവിച്ചാലും ആ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് നമുക്ക് നൽകാൻ പറ്റൂ. ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്, പൂച്ചകൾ കൊടുക്കുന്നില്ലേ, പിന്നെ കിളികൾ കൊടുക്കുന്നില്ലേ, എല്ലാ ജീവജാലങ്ങളും കൊടുക്കുന്നില്ലേ. നമ്മൾ കൊടുക്കുന്നത് അതല്ല പാരന്റിങ്. അസുഖമായാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും അതിനൊരു സംവിധാനം ഉണ്ടാവും. അതിനല്ല പാരന്റിങ്, രക്ഷകർത്തൃത്വം എന്ന ഒരു സയൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ഏർലി ചൈൽഡ്ഹുഡിലെ ഡെവലപ്മെന്റുകൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരല്പം എന്താണ് വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ നിർവചനമുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് ഫോർ നർച്ചറിങ്. നർച്ചറിങ് എന്ന മലയാള ഭാഷയുടെ അർത്ഥം പോറ്റി വളർത്തുക എന്നാണ്. സമയാസമയം എന്തൊക്കെയാണോ കൊടുക്കേണ്ടത്, ആ ഒരു വിത്തിൽ നിന്ന് ഒരു ചെടി മുളച്ച് വളർന്ന് വലിയൊരു മരമാകുന്നത് പോലെ ആവശ്യങ്ങൾക്കനുസരിച്ച് പടിപടിയായി എല്ലാം നൽകി പോറ്റി വളർത്തുന്നതിനാണ് നർച്ചറിങ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്തിനാ? വിദ്യാഭ്യാസം ഫോർ നർച്ചറിങ്, ഈ രൂപത്തിൽ പോറ്റി വളർത്താനുള്ളതാണ്. എന്താ നർച്ചർ ചെയ്യേണ്ടത്? എന്താണ് ഇതിൽ പോറ്റി വളർത്തേണ്ടത്? അതാണ് പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രൊഫഷണലിസ്റ്റ്, ഓൻ പ്രൊഫഷണലാന്ന് പറയാറുണ്ട്. ഇൻകൾക്കേറ്റിംഗ് വാല്യൂസ് എന്നുള്ളതാണ്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതാണ് മൂല്യങ്ങൾ. മാതാപിതാക്കളെ തിരിച്ചറിയുന്നതാണ് വാല്യൂസ്. മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത ബിഗ് സീറോ വാല്യൂ, അതൊരു പ്രൊഫഷണലുമല്ല എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണലുമല്ല. അപ്പം മക്കൾ രണ്ടും ഡോക്ടർമാരാണ്. പക്ഷേ നിങ്ങളുടെ അമ്മ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ആവുന്ന ഈ മക്കൾക്ക് അവർ പ്രൊഫഷണലുമല്ല, അവർക്കൊരു എന്നാലോ 10ാം ക്ലാസ്സിൽ അവർക്ക് ഉയർന്ന മാർക്ക് കിട്ടിയിരുന്നു. +1 ഉയർന്ന മാർക്കാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ അഭിമാനം കൊണ്ടിട്ടുണ്ട്. ആ കുട്ടികൾക്ക് EBS എൻട്രൻസിന് പിന്നെ ലിസ്റ്റിൽ വന്നപ്പോ എന്തുമാത്രം കിബിർ നടിച്ചവരായിരുന്നു ആ മാതാവ്. എൻ്റെ മക്കള് ഡോക്ടർ, 1 അല്ല 2 അല്ലേ? പക്ഷെ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സന്നിവേശിപ്പിക്കുക. എങ്ങനെ? മനസ്സിലേക്ക്, ബ്ലഡിലേക്ക്, ഞരമ്പുകളിലേക്ക് ഇത് സന്നിവേശിപ്പിക്കാൻ ഇത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. അതാണ്. അപ്പൊ അവിടെ ഒന്ന് പ്രൊഫഷണലിസമാണ്, ഒന്ന് വാല്യൂസ്. 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളും കൊടുക്കണം. അത് എങ്ങനെയാണ്? എന്താണ് വാല്യൂസ്? വാല്യൂസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധനായിരിക്കണം കുട്ടി. അപ്പൊ ആ ട്രൂത്ത് അതിൽ കുട്ടിക്ക് ലഭിക്കണം. ലവ്, സ്നേഹം, സ്നേഹിക്കാൻ കഴിയണം. ഒരു കിളി വീട്ടിൽ വന്ന് പാറി വന്നു. ഗ്ലാസിന്റെ ചില്ല് വെളുത്ത ചില്ലായിരുന്നു. കിളി കണ്ടില്ല, ഇടിച്ച് അത് താഴെ വീണു. അതിന് മുറിവ് പറ്റി. ഒരു ഉമ്മ എടുത്തിട്ട് ഒരു കിളി വന്ന് നമ്മളെ വീട്ടിലേക്ക് ചത്ത് വീണിക്കണ്, അതിനെടുത്ത് വലിച്ച് ഒരു പ്രവൃത്തി നോക്കിക്കാണുന്ന ഒരു കുട്ടിക്ക് നമ്മൾ സ്നേഹം ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുക്കുകയല്ല, മറിച്ച് കൊലയുടെ, നശിപ്പിക്കലിന്റെ, നാശത്തിന്റെ ഒരു സ്വഭാവ കോഡുകളാണ് കുട്ടിയിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. എന്നാൽ ആ ഉമ്മ ഈ കുട്ടികൾക്ക് പാഠമായി ഇങ്ങനൊരു കിളി, അതെന്ത് കിളിയാവട്ടെ, കാണാൻ ഭംഗിയുള്ള കിളിയാവട്ടെ, തത്തയാവട്ടെ, കാണാൻ ഭംഗിയില്ലാത്തൊരു മൂങ്ങയാവട്ടെ, പക്ഷെ പരിക്ക് പറ്റിയ ആ കിളിയെ എടുത്ത്
സങ്കടം അത് കാകടിപ്പിച്ച് ഒഴിഞ്ഞുകൊടുത്ത് അതിന് മരുന്ന് വെച്ച് കെട്ടുന്ന ആ ഒരു ഈ കുട്ടി കാണുന്നത്, ആ കുട്ടിയിലാണ് ഈ സ്നേഹത്തിന്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അതാണ് രണ്ടാമത്തെ വാല്യൂസ്. 3 സമാധാനം പിതാവ് വീട്ടിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് കൊടുക്കുന്നതാണ്. അങ്ങനെ തെരുവുകളിലൊക്കെ വളർന്ന കുട്ടികള് പല ലോകത്തും നമ്മൾ കാണാറുണ്ട്. ആ കുട്ടികളിൽ പീസ് എന്നത് നമ്മൾ എവിടെയും കാണൂല, നശീകരണമാണ്. ഞാനൊക്കെ ജിദ്ദയിൽ ആദ്യകാലത്ത് 91 വന്നപ്പോൾ ഇവിടുത്തെ ഈ അലിസ്ഖാനിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ഏറ് കൊണ്ടതാണ്. അക്കാലത്ത് എറിയുന്ന. അപ്പോൾ എന്താണ് ഇവിടെ സംഭവം? ഈ ഒരു കുട്ടികൾക്ക് ഈ സമാധാനം കിട്ടുന്നില്ല, മറിച്ച് നശീകരണമാണ്. എവിടുന്ന് കിട്ടി? വളർന്ന സാഹചര്യം. ആ മാതാപിതാക്കൾ തന്നെയായിരിക്കും ആ സാഹചര്യത്തിന് കാരണം. അങ്ങനെ കുറെ കാര്യങ്ങൾ. ശരിയായ സ്വഭാവം ഇതാണ്. കുട്ടിക്ക് 5 വയസ്സ് സ്വഭാവത്തിന്റെ ഈ അടിസ്ഥാന അത് ഡെവലപ്പ് ചെയ്യുന്ന സമയം. ആ സമയത്ത് ഇതൊക്കെ കൊടുത്തിരിക്കണം, എല്ലാം കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, 2 കാര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒന്ന് IQ, പിന്നെ ഒന്ന് EQ. IQ എന്ന് പറഞ്ഞാൽ ഈ IQ ടെസ്റ്റുകൾ എന്ന് കേൾക്കാറുണ്ട് അല്ലേ? പിന്നെ നമ്മൾ പഠിക്കുന്ന കണക്കും നമ്മൾ പഠിക്കുന്ന സയൻസും ഒക്കെ IQന്റെ ഭാഗമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മൾ IQ ആണ് വളർത്താൻ ശ്രമിച്ചത്, വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് 5 പേജിൽ കഴിയാത്ത ഷേർഷന്റെ ഭരണപരിഷ്കാരം നമ്മളെ കൊണ്ട് എന്തുമാത്രം ബൈഹാർട്ടാക്കാൻ സാധിച്ചു, എന്തുമാത്രം IQ ബ്രെയിൻ കപ്പാസിറ്റി, ഓർമ്മക്കെടുക്കാൻ, മറന്നുപോവാതെ എന്തൊക്കെ ഇൻഫർമേഷന് തലച്ചോറിൽ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നതാണ്. അങ്ങനെ കുറെ കണക്കന്മാരെ, അന്ന് കാൽക്കുലേറ്റർ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, എല്ലാം ഒരു തലച്ചോറിൽ നിന്ന് മനുഷ്യന്മാർ മാനുവലായി ചെയ്തിരുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്നാണ് ഈ കേട്ടെഴുത്തും ഈ ബൈഹാർട്ടാക്കലും അതിനുള്ള പഠന രീതികളൊക്കെ. ശരിക്കും തെറ്റായ അശാസ്ത്രീയമായ ഒരു രീതിയാണത്. അതാണ് യഥാർത്ഥത്തിൽ IQ. പക്ഷേ നമ്മളുടെ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത ഒരു സമീപനം, അതാണ് EQ, IQ. യഥാർത്ഥത്തിൽ എന്താണ് IQ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എക്സലന്റ് മെമ്മറി, എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ട്, എക്സലൻസ് ഉണ്ട് എന്ന രംഗത്തുള്ള വിദ്യാഭ്യാസവും അതിനുള്ള ടെസ്റ്റുകളും അതിനുള്ള പരിശീലനവും ഒക്കെയാണ് IQ. എന്നാൽ EQ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കുറിച്ചുള്ള അവയർനെസ്, എൻ്റെ കഴിവ് കുറവുകൾ, എവിടെയാണ് ഞാൻ മെച്ചപ്പെടേണ്ടത് എന്നെങ്കിൽ പോലുമുള്ള തിരിച്ചറിയാനുള്ള കഴിവ്. അതാണ് സെൽഫ് റെഗുലേഷൻ. ഞാൻ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല, ഞാൻ ഇന്ന ഉപ്പൻ്റെ മകനാണ്, ഞാൻ ഇന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്, എനിക്കിത് ഇങ്ങനെ പെരുമാറിക്കൂടാ എന്ന രീതിയിലുള്ള അവബോധവും അതിനനുസരിച്ച് തന്നെ റെഗുലേറ്റ് ചെയ്യാനും നിയന്ത്രിക്കാനുമുള്ള ആ ഒരു കഴിവ്. എംപതി, വാട്ട് ഈസ് എംപതി? മറ്റുള്ള ആളുകളുടെ ഫീലിങ്ങുകൾ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റിക്കാണ് എംപതി എന്ന് പറയുക. നമ്മൾ വളർത്തുന്ന കുട്ടിക്ക് മറ്റൊരു മനുഷ്യക്കുട്ടിയുടെ ഫീലിങ്സ് ഒട്ടും മനസ്സിലാക്കാൻ കഴിയാതെയാണ് നമ്മളെ കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. അവസാനം നമ്മളാവുന്ന മാതാപിതാക്കളെയും തിരിച്ചറിയാൻ ആ കുട്ടിക്ക് സാധിക്കൂല. അതാണ് തൊട്ടു മുമ്പുള്ള പ്രസംഗത്തിലുള്ള നമ്മളേറെ കേട്ടത്. അപ്പം എംപതി, സോഷ്യൽ സ്കിൽസ്, ആളുകളോട് പെരുമാറുന്ന രീതി, സംസാരിക്കുന്ന രീതി, ഉപ്പയുടെ സുഹൃത്തുക്കളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഉമ്മയുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണ്, അധ്യാപകന്മാരെ. നമ്മളിപ്പോൾ പറയൂ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. ഇതാ ശരിയാണ്. നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മളും തന്നെ IQവിൽ ശ്രദ്ധിച്ചു കിടക്കുക. അതുമേലാണ് നമ്മളെ ഫോക്കസ്. നമ്മൾ ശ്രദ്ധിക്കുന്നത് IQ രംഗത്ത്, ഉമ്മയും ശ്രദ്ധിക്കുന്നത് അതാണ്. ഉമ്മക്കും IQ രംഗത്ത് കണക്കിൽ 100ൽ 100 വാങ്ങിയാൽ എന്തൊരു സംതൃപ്തിയാണ്. എല്ലാം തികഞ്ഞു എന്ന ഒരു വല്ലാത്ത ഒരു ആത്മസംതൃപ്തിയാണ് ഉമ്മക്ക്. അപ്പൊ ഉമ്മയും പിതാവും തന്നെ കുട്ടിയുടെ ഈ IQ ഡെവലപ്മെന്റിലേക്ക് മാത്രം ശ്രദ്ധിക്കുകയാണ്. യഥാർത്ഥം ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കാഴ്ചപ്പാട് ഈ IQവും ഈ EQവും ചേർന്നാൽ മാത്രമേ വിജയം ആ വ്യക്തിത്വത്തിനുണ്ടാവൂ എന്നതാണ് നമ്മൾ ഏറെ മനസ്സിലാക്കേണ്ടത്. അതിലെങ്ങാനും EQ മിസ്സാണെങ്കിൽ, IQ മാത്രമാണെങ്കിൽ അവിടെ ആ വ്യക്തിത്വത്തിൽ ഒരു സക്സസ് ഉണ്ടാവില്ല. അതൊരു ഫെയിലിയർ ആയ പേഴ്സണാലിറ്റി ആവും, ഫെയിലായ പരാജയപ്പെട്ട വ്യക്തിത്വമായിട്ടാണ് മാറുക. അതാണ് 2 ഡോക്ടർമാരെ അമ്മ മരിച്ചപ്പോൾ മലയാള മനോരമ ചാനലിന്റെ ലേഖിക ആ മക്കളെ വിളിച്ചപ്പോൾ
ഞങ്ങൾക്ക് വേണ്ട ആ ഡെഡ് ബോഡി, ഞങ്ങൾ വരാനും തയ്യാറില്ല, നിങ്ങൾ എന്താ ചെയ്തോളി എന്ന് പറയുന്ന 2 മക്കളെ സൃഷ്ടിച്ചത് ഈ ഐക്യു മാത്രമേ അവർക്കുണ്ടായുള്ളൂ. ഈക്യു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിത്വത്തിൻ്റെ അത് വിജയിച്ച് മുന്നേറുന്നിടത്ത് ഐക്യയുടെ സ്വാധീനം വെറും 20%. വെറും 20%. എന്നാൽ ആ ഒരു വ്യക്തി വിജയിച്ച് മുന്നേറുന്നിടത്ത് ആ വ്യക്തിയെ 80% EQ ആണ് എന്നുള്ളതാണ്. EQ എന്താണ് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. EQ എന്ന് ഒന്നുകൂടി പറഞ്ഞു. ഒരു കുട്ടിയോട് ഒരു കുട്ടിക്ക് ദേഷ്യം പിടിച്ചു. അപ്പോൾ നല്ലൊരു കല്ല് കിട്ടി ആ കുട്ടിക്ക്. എന്നിട്ട് ഏത് കുട്ടിയോടാണോ ദേഷ്യം പിടിച്ചത് ആ കുട്ടീനെ കല്ല് കൊണ്ട് എറിഞ്ഞു. ഞാൻ കുട്ടിയാണ്, എനിക്കാണ് ഏറ് കൊണ്ടത്. എൻ്റെ തല പൊട്ടി, എനിക്ക് ഭയങ്കര വേദനിച്ചു, എനിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു. അത് സ്വാഭാവികമാണ്. മനുഷ്യന് ഒരുപാട് ഹോർമോണുകളുണ്ട്, ഈ കുട്ടിക്കുണ്ട്. ഏറിങ്ങോട്ട് കിട്ടിയപ്പോൾ ആരാണ് എറിഞ്ഞതെന്ന് കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം പിടിച്ചു. ഒരുപാട് കല്ലുണ്ട്, ഞാനും എടുത്തു കല്ല്, ഞാനെന്ന കുട്ടിയും എടുത്ത് കല്ല്. എന്നിട്ട് തിരിച്ചറിയാൻ പോവുകയാണ്. തിരിച്ചറിയാൻ പോകുമ്പോൾ മനസ്സിലായി എന്നെ എറിഞ്ഞ കുട്ടി നിൽക്കുന്നത് ഒരുപാട് കുട്ടികളുടെ ഇടയിലാണ്. ഇപ്പം ഞാൻ എറിഞ്ഞാൽ എന്നെ എറിഞ്ഞ കുട്ടിക്ക് മാത്രമല്ല കൊള്ളുക, ഒരുപാട് കുട്ടികൾക്ക് കൊള്ളും എന്ന് പറഞ്ഞെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കല്ല് താഴെ ഇടുന്നതാണ് EQ. ആ കപ്പാസിറ്റിയാണ് നമ്മൾ വളർത്തേണ്ടത്. നേരെ മറിച്ച് പരിസരമൊന്നും നോക്കാതെ തിരിച്ച് ഒരുപാട് കല്ലെടുത്ത് എറിഞ്ഞാൽ ആ കുട്ടിക്ക് EQ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ EQ ആണ് ഒരു വ്യക്തിത്വ വികാസത്തിനും അത് വിജയിക്കുന്നിടത്തും 80% സഹായിക്കുന്നത് EQ ആണെന്നാണ്. എങ്ങനെയാണ് നമുക്ക് EQ കൊണ്ടുവരാൻ സാധിക്കുക? എന്തുണ്ട് മാർഗം? അതിന് സാധാരണ പറയാറുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം പറയട്ടെ. എൻ്റെ മകനെ, ഞാനൊരു പിതാവാണെന്ന് പറഞ്ഞല്ലോ, എൻ്റെ മകനെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അവസാനം അഡ്മിഷൻ കിട്ടി. എന്നിട്ട് അവസാനമുണ്ട് ഒരു ഇൻ്റർവ്യൂ. അത് അതിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ് ആ യൂണിവേഴ്സിറ്റിയുടെ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഒരു പള്ളിയിൽ അച്ഛൻ, ഒരു ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ആ ക്രൈസ്തവ ഡ്രസ്സിലൊക്കെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഇൻ്റർവ്യൂവിന് പോയിരുന്ന് സംസാരം തുടങ്ങിയപ്പോൾ എൻ്റെ മകൻ കാലിങ്ങനെ ഇളക്കി വല്ലാതെ. അപ്പം അത് കണ്ടിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, വീട്ടിൽ മുത്തശ്ശിമാരൊന്നുമില്ലേ, മുത്തച്ഛന്മാരും ഇല്ലേ? അപ്പോൾ എനിക്കാ ചോദ്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, മുത്തശ്ശന്മാരില്ല, എൻ്റെ ഉമ്മ, കുട്ടിയുടെ ഗ്രാൻഡ് മദർ ഉണ്ട്. എന്നിട്ട് ഈ കാലിങ്ങനെ ഇളക്കരുത് എന്ന് പഠിപ്പിച്ചില്ല എന്നാ ചോദ്യം. യഥാർത്ഥത്തിൽ മുത്തശ്ശിമാര്, വല്യമ്മമാരും വല്യപ്പമാരും ഒക്കെയുള്ള അവരുടെ കീഴിൽ വളരുന്ന കുട്ടികൾക്ക് ഈ സ്വഭാവ രൂപീകരണത്തിൽ ഈ ഇമോഷണൽ കോഷ്യന്റ് EQ ഡെവലപ്പ് ചെയ്യുന്നിടത്തുള്ള ഒരുപാട് പരിശീലനങ്ങൾ സ്വാഭാവികമായി കിട്ടുന്നുണ്ട്. പാരന്റിങ്ങിൽ പറയുന്നത് ഉമ്മയും ഉപ്പയും മാത്രം ഈ പോറ്റി വളർത്തൽ പങ്കെടുത്താൽ പോരാ, മറിച്ച് ഒരു കോർഡിനേറ്റഡ് പാരന്റിങ് കെയർ വല്യമ്മയിൽ പങ്കെടുക്കണം. പ്രായമുള്ള ആളുകളെ അവരെ കേട്ടുകൊണ്ടും അവരെ അനുഭവിച്ചുകൊണ്ടും അവരോട് സല്ലപിച്ചുകൊണ്ടും അവരോട് സംവദിച്ചുകൊണ്ടും തന്നെ കുട്ടി വളരണം. എന്നിട്ട് ഈ മുത്തശ്ശിമാര് പറഞ്ഞു കൊടുക്കുന്ന ആ കഥകൾ കേട്ടിട്ട് വളരെ വ്യക്തിത്വ വികാസങ്ങൾ വളരാൻ വേറെ സഹായിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ആ വ്യക്തിത്വ വികാസം ഈ മുത്തശ്ശിമാരെ കഥകൾക്ക് വലിയ സ്വാധീനമുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ, എത്ര കഥകളാണ് അതിലുള്ളത്. എന്തൊക്കെ കഥകൾ! എന്തിനാണ് ഈ കഥ പറഞ്ഞത്? കഥ പഠിപ്പിക്കലാണോ വിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം? അല്ല. മനുഷ്യന്മാരുടെ ഇമോഷണൽ കോഷ്യൻ, ഈ പറഞ്ഞ EQ ഡെവലപ്പ് ചെയ്യാൻ ഖുർആൻ പോലും വളരെ സജീവമായി സ്വീകരിച്ച മെത്തഡോളജിയാണ്, മാർഗമാണ് കഥകൾ പറഞ്ഞു കൊടുക്കുക. ആ കഥകൾ പ്രത്യേകിച്ച് അത് മോർ എഫക്റ്റീവാണ്, വളരെ ഫലവത്താണ്. കഥകൾ പറഞ്ഞു കൊടുക്കണം എന്നാണ്.
നമുക്കറിയാം നമ്മളുടെ ഉപ്പമാരും നമ്മുടെ ഉമ്മമാരും അവർക്കാണ് കൂടുതൽ സമയം ലഭിക്കുന്നത്. നമ്മളെ മക്കൾക്ക് പല രൂപത്തിലുള്ള കഥ, ഉമർ ബിൻ ഖത്താബിന്റെ കഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ, ഒരു ഉമ്മയുടെ ചുമട് അത് ഏറ്റിക്കൊടുത്ത് വീട്ടിലാക്കി കൊടുത്ത, പ്രവാചകനാക്കി കൊടുത്ത കഥ. ഈ കഥകളൊക്കെ ഒരു പ്രത്യേക സമയത്ത് 2 വയസ്സാകുമ്പോൾ 4 വയസ്സാകുമ്പോൾ 5 വയസ്സാകുമ്പോൾ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് ചേർത്ത ഉടനെയൊക്കെ അങ്ങ് കേട്ടാലുണ്ടല്ലോ, ഈ കുട്ടിയിൽ ഈ പറയുന്ന വാല്യൂസ്, ഇമോഷണൽ ക്വോഷ്യന്റ് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തലത്തിലേക്ക് അത് ഉയരുമെന്നാണ്. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് കഥകൾ, ഒരു ഏത് ലൈബ്രറി പോയാലും പ്രവാചകന്റെ കഥകൾ, സഹാബിമാരുടെ കഥകൾ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥകൾ, മൗലാന മുഹമ്മദ് അലിയുടെ കഥകൾ, എന്തൊക്കെ കഥകളുണ്ട്, എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കണം. ധീരമായ കഥകൾ. ഈ കഥകൾ ഈ രംഗത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തഡോളജിയാണ്. ഒരു കഥ പറയുമ്പോൾ ഈ കഥയിൽ ഏതൊരു വ്യക്തിത്വ ഗുണമാണ് ഈ കുട്ടിക്ക് കിട്ടേണ്ടത് എന്നുകൂടി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ അതിന് സ്കൂളിൽ പോണ്ട ഉമ്മ ഒരിക്കലും വേണ്ട. ഇപ്പോ നബിയുടെ തലയിൽ എന്നും ഒരു സ്ത്രീ ചുവട് വാരിയിടും. നബി അത് തട്ടിയങ്ങ് പോവും. ഒരു ദിവസം കാണുന്നില്ല. അപ്പൊ ആ സ്ത്രീക്ക് രോഗമാണ്, വല്ലാത്ത സീരിയസ് ആണ് രോഗമെന്ന് മനസ്സിലായത്. അപ്പൊ ഈ പ്രവാചകൻ ആ സ്ത്രീയെ കാണാൻ പോവുകയാണ്. ആ സ്ത്രീ രോഗി അത്ഭുതപ്പെട്ടു, ആരാണ് ഈ വന്നത്? ഞാൻ എന്നും ഈ ചപ്പ് ചവറുകള് വാരിടുന്ന ഒരു മനുഷ്യൻ എൻ്റെ രോഗം കാണാൻ വന്നേ. ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ, ആ കുട്ടികളിൽ ഉണ്ടാകുന്ന വ്യക്തിത്വ വികാസം, അതാണ് കഥ. ആ കഥകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم കഥകളിൽ എന്താ ഉള്ളതെന്നറിയോ? പല വിശദീകരണങ്ങളുണ്ട്, തഫ്സീലുകളുണ്ട്, പലതിനുമുള്ള വിശദീകരണങ്ങളുണ്ട്. പിന്നെ ഈ കഥകളിൽ നേർമാർഗമുണ്ട്. ഓരോരോ പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന മാർഗനിർദ്ദേശമുണ്ട് കഥകളിൽ എന്നാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല കഥകളിൽ റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട് എന്നാണ്. അപ്പൊ അതാണ് കഥകൾ. അതുപോലെ തന്നെയാണ് റോൾ മോഡൽ. നമ്മൾക്കറിയാം അത് പിന്നെ റോൾ മോഡലുകൾ. ഇപ്പോൾ പ്രവാചകനെ കുറിച്ച് അതാ ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച്, സഹാബികളെ കുറിച്ച്, അവരെ കുറിച്ചൊക്കെ ആ കഥകൾക്കും വലിയമുണ്ട്. നമ്മൾ റോൾ മോഡലുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കഴിയുന്നതും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. നിങ്ങൾക്കറിയാലോ, ദ 100 ഗ്രേറ്റ് 100 ലീഡേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. 100 ചരിത്ര പുരുഷന്മാരെന്ന് പറഞ്ഞൊരു പുസ്തകം അല്ലേ? ഒരു യൂറോപ്യൻ, ഒരു ക്രൈസ്തവ മതവിശ്വാസി എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആയിരങ്ങളായ ആ ചരിത്ര പുരുഷന്മാർ അദ്ദേഹം ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം 1-ാം സ്ഥാനം കൊടുത്തത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അദ്ദേഹം പോലും വിശ്വസിക്കുന്ന മറ്റ് യേശുക്രിസ്തുവിനോ ഈസാ നബിക്കോ ഒന്നുമല്ല അദ്ദേഹം 1-ാം സ്ഥാനം കൊടുത്തത്. 1-ാം സ്ഥാനം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അതാണ് പടച്ചവൻ പറയുന്നത്, നീ ഈ പ്രവാചകനിലാണ് ഉത്തമ മാതൃകയുള്ളത്. ഈ മാതൃക എങ്ങനെയെങ്കിലും കഥയായിട്ടും എവിടുന്ന് വായിച്ചെടുത്തതിൽ നിന്നൊക്കെ നമ്മൾ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് പാരന്റിങ്. ഈ കഥകളും ഈ റോളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതാണ് യഥാർത്ഥ പോറ്റി വളർത്തൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ല EQ. എന്താണ് EQ? ഇമോഷണൽ ക്വോഷ്യന്റ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യന് എത്ര ഇമോഷനുകളുണ്ട്? ഇമോഷൻ എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ, വിചാരങ്ങൾ അല്ലേ? ദേഷ്യം ഒരു ഇമോഷനാണ്, ദുഃഖം ഒരു ഇമോഷനാണ്, സന്തോഷം ഒരു ഇമോഷനാണ്.
പരിഹസിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ മലയാള ഭാഷ എനിക്ക് അല്ലേ, ഒരു സംഗതി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ഇമോഷൻ. ഇഷ്ടപ്പെട്ടത് ഒരു പൂച്ചക്കുട്ടിയെ വളർത്തിയിരുന്നു വല്ലാത്ത ഓമനയോടുകൂടി, പക്ഷേ പിടിച്ചു കൊന്നു. അപ്പം ഉണ്ടാവുന്നത് എന്താ? അതെന്താ? അത് വല്ലാത്ത വേറൊന്നാണ്. ഭയം അത് വേറൊന്നാണ്, ആണല്ലോ ഭയം. അപ്പൊ എത്ര ഇമോഷൻ, 100 കണക്കിന് ഇമോഷനുകളുണ്ട് ഒരു മനുഷ്യന്. ഈ ഇമോഷനുകളെ തിരിച്ചറിയാനും അതിനെ നിയന്ത്രിക്കാനും തനിക്കും തൻ്റെ ചുറ്റുപാടിനും എന്ന് പറഞ്ഞാൽ വീട്ടായിരിക്കും, മാതാപിതാക്കളായിരിക്കും, സ്കൂളായിരിക്കും, ജോലിസ്ഥലമായിരിക്കും, എവിടെയാണെങ്കിലും തൻ്റെ ചുറ്റുപാടുകൾക്ക് അനുഗുണമായി എൻ്റെ ഇമോഷനുകളെ, എൻ്റെ വികാരത്തെ ഉപയോഗിക്കാനും കഴിയുന്ന ആ കഴിവിനാണ്, കപ്പാസിറ്റിക്കാണ് EQ എന്ന് പറയുക. അപ്പൊ EQ പഠനം ഒരു 5-ാം വയസ്സ് വരെ നിർത്തിയാൽ പോരാ, തുടങ്ങണം കാര്യമായിട്ട് അവിടെ. പിന്നെ ആണെങ്കിൽ EQ വളർത്താനുള്ള പഠനങ്ങളിലായിരിക്കും ആ വ്യക്തിത്വം, എങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക. ദേഷ്യം ഉണ്ടാകുമ്പോൾ എനിക്ക് എവിടുന്നാണ് ഈ ദേഷ്യം എന്ന് തിരിച്ചറിയാൻ നമുക്കാർക്കും കഴിയില്ല. അത് പറയാൻ എളുപ്പമല്ല. ആ ഒരു കളരി, ഒരു പരിശീലനം നേടണം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് IAS ഒക്കെ തിരഞ്ഞെടുക്കുന്നത്? IPS IAS ഒക്കെ കലക്ടർ ആവ് ചെയ്തിട്ടൊന്നുമല്ല, വെറുതെ പറയാ. EQ ആണ് ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇമോഷണൽ കോഷ്യന്റ് വളരെ ശക്തമായ ഒരാളെ മാത്രമേ ഒരു ജില്ലയുടെ കലക്ടറാക്കാൻ പറ്റൂ. ക്ഷമയും സഹനവും, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, എംപതി, മറ്റുള്ളവരെ ഫീലിങ്ങുകൾ, ഈ പറഞ്ഞ 100 കണക്കിന് ഫീലിംഗ് ഉണ്ടാവും. അത് എനിക്ക് തിരിച്ചറിയാൻ കഴിയാന്ന് പറഞ്ഞാൽ, അതിനനുസരിച്ച് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ, അതാണ് എംപതി. ഇതൊക്കെയാണ് ഈ ഇമോഷണൽ കപ്പാസിറ്റി, ഇമോഷണൽ കോഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും വലിയ സ്കില്ല് വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ CBSE പഠനത്തോടൊപ്പം കൊടുക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് സാധാരണ പറയും സോഷ്യൽ സ്കിൽ, ലൈഫ് സ്കിൽ. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ നീന്തം പഠിക്കുക. നമ്മളെ കുട്ടിയുണ്ടല്ലോ, എങ്ങാനും മഴക്കാലത്ത് തോട് മുറിച്ച് കിടക്കുമ്പോൾ അങ്ങ് കാലി തന്നെ വീണ് പോകുന്ന കുട്ടിക്ക് നീന്തം പഠിപ്പിച്ചു കൊടുക്കണം. അതൊരു ലൈഫ് സ്കില്ലാണ്. അത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? സ്കൂളിൽ ഒരു പീരീഡ് കൊടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൻ്റെ ഫോട്ടോ കണ്ടാൽ എന്തൊരു സന്തോഷം, എന്തൊരു അവിക്കൾ പഠിക്കുന്ന സ്കൂള്. പക്ഷെ നീന്തം പഠിപ്പിച്ചു കൊടുക്കണം ലൈഫ് സ്കിൽ. ലൈഫ് സ്കില്ലിൽ തന്നെ 2 തരം സ്കില്ലുണ്ട്, അത് നമ്മൾ പിന്നെ പറയാം. ഏതായാലും അതുപോലെ സോഷ്യൽ സ്കില്ല്, എങ്ങനെ പെരുമാറണം, പ്രായമുള്ള ആളുകളോട് എങ്ങനെ. വീട്ടിൽ വല്യമ്മണ്ട്, ഈ കുട്ടി 5-ാം ക്ലാസ്സിലേക്ക് ബാഗ് എടുത്ത് പോവുക, ഒന്ന് വല്യമ്മൻ്റെ അടുത്ത് പോയിട്ട് സ്കൂളിൽ പോവുകയാണ്, പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? എങ്കിലേ നമ്മൾ വല്യമ്മാകുമ്പോൾ, നമ്മൾ വയസ്സാകുമ്പോൾ ഈ മകൻ വന്നിട്ട് ആ രൂപത്തിൽ നമ്മളോട് പെരുമാറൂ. നമ്മൾ പഠിപ്പിക്കണം. മോനെ സ്കൂളിൽ പോവുക, ഉമ്മ കിടക്കുന്നുണ്ട് അകത്ത്, പറഞ്ഞു നീ വരുമ്പോ ഇവിടെ വന്ന് ഭയങ്കര മാർക്ക് കിട്ടിയതും സ്റ്റാർ കിട്ടിയതും കെട്ടിപ്പിടിക്കലും, മോനെ അകത്തൊരാൾ കിടക്കുന്നുണ്ട്, നീ പോയിട്ട് വല്യമ്മാനോട് ഇതൊക്കെ ഒന്ന് പറയും. എന്ത് സന്തോഷമായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികളെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്, തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അതാണ് IQ EQ. കാണുന്നുണ്ടല്ലോ ഈ 2 തലച്ചോറ്. ഇവിടെയും വിദ്യാഭ്യാസത്തിന്റെ സമീപനം നമ്മൾ മനസ്സിലാക്കേണ്ടതാ. മൂന്നാമതൊരു സംഗതി കൂടി വന്നിട്ടുണ്ട്, അതാണ് SQ. കണക്കിൽ ഭയങ്കര മാർക്ക്, PSC ടെസ്റ്റിൽ ഒരു 100 ചോദ്യം ചോദിക്കും, ഒക്കെ കാണാതെ പഠിക്കണം, ഒരുപാട് ഗൈഡ് ബൈഹാർട്ടാക്കണം, എന്നിട്ട് ഓരോന്നിൻ്റെ തലസ്ഥാനം, ഓരോന്നിൻ്റെ കണ്ടുപിടുത്തം. എന്താ ഇതുകൊണ്ടൊക്കെ ഒരു കാര്യം? പഴയ സമ്പ്രദായ. ഒരു 10,000 രാജ്യത്തിൻ്റെ തലസ്ഥാനവും ബൾബ് കണ്ടുപിടിച്ചും കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളെ പേരും എഴുതിയിട്ട് ഈ വ്യക്തിക്ക് എന്ത് കിട്ടാനാ? ഈ വ്യക്തിനെ കൊണ്ട് സമൂഹത്തിന് എന്ത് കിട്ടാനാ? വല്ല കിട്ടാനുണ്ടോ? നേരെ മറിച്ച് ഒന്ന് ദേഷ്യം പിടിപ്പിച്ചിട്ട്, ഒന്ന് ദേഷ്യം പിടിച്ചാൽ ഈ കുട്ടി അങ്ങനെ പെരുമാറുന്ന ടെസ്റ്റ് ചെയ്താൽ അതാണ് IAS ടെസ്റ്റ് ചെയ്യുന്നത്, IPS അതാ ടെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് SQ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോഷ്യൻ. എന്താണ് സ്പിരിച്വൽ കോഷ്യൻ? ഞാൻ പറയട്ടെ, കണക്കിന് ഉന്നതമായ മാർക്ക് ലഭിക്കുന്നത് IQ ആണ്. EQ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കല്ലേറ്. ദേഷ്യം കൊണ്ട് പിടിച്ച് അടുക്കളയിൽ ഒരുപാട് കത്തിയുണ്ട്, എടുത്തങ്ങ് കുത്തിവിടും. ഈ ബാച്ചിലേഴ്സിന്റെ പിന്നെ അടുക്കളയിലൊക്കെ ഗൾഫ് രാജ്യത്ത് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. കത്തി കുത്താനുള്ളതാ? ആര് പറഞ്ഞു? ആ തിരിച്ചറിവാണ് EQ. കത്തി ശരിയാണ്, പക്ഷെ മനുഷ്യന്മാരെ കുത്താനുള്ളതല്ല കത്തി. പക്ഷെ മനുഷ്യന്മാരെ കുത്താം,
തൻ്റെ ജീവൻ ആ മനുഷ്യൻ അപകടപ്പെടുത്തുമ്പോൾ ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ പ്രതിരോധത്തിന് വേണമെങ്കിൽ അതാവാം, അല്ലാതെ പാടില്ല. ഇതാണ് EQ. ഇനി SQ എന്താ? തൻ്റെ കുട്ടി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കുട്ടി സ്കൂളിൽ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. തൊട്ടടുത്ത കുട്ടി അതിനേക്കാൾ വലിയ സമ്പത്തിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക. പക്ഷെ ആ കുട്ടിക്ക് ഭക്ഷണം എടുക്കാൻ മറന്നുപോയി. വിശപ്പിന്റെ മുന്നിൽ ഏത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താ ഒരു കാര്യമില്ല. അപ്പൊ ഈ കുട്ടി അത്ര ഭക്ഷണം കൊണ്ടുവന്ന കുട്ടി അത്ര വലിയ വീട്ടിലെ കുട്ടിയൊന്നുമല്ല. ആ കുട്ടി ഇത് മനസ്സിലാക്കിയിട്ട് തൻ്റെ ടിഫിൻ പാത്രം തുറന്ന് അതിൻ്റെ പകുതി ഭക്ഷണം കൊണ്ടുവരാത്ത കുട്ടിക്ക് കൊടുക്കുന്നതാണ് SQ, സ്പിരിച്വൽ കോഷ്യന്റ്. അത് IQ അല്ല, അത് EQ അല്ല, അത് SQ ആണ്. അപ്പൊ ഇന്ന് വലിയ വലിയ കമ്പനികളിലേക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകാൻ ഇന്റർവ്യൂ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ കേരള നാട്ടിൽ നടക്കുന്നത് പോലെയോ ഒന്നുമല്ല ഇന്ന് ലോകത്ത് നടക്കുന്നത്. എന്ത് കുറേ കാണാപ്പാടം പഠിച്ചിക്കണോ, ഒരേ തലസ്ഥാനം അറിയോ, കുറേ കണ്ടുപിടുത്തങ്ങൾ അറിയോ, അമീബന്റെ വെയിറ്റ് എത്ര, അമീബന്റെ നീളെത്ര, ഏറ്റവും വലിയ ജീവി, ഇതൊന്നും അല്ല. EQയും SQ ആ ടെസ്റ്റ് ചെയ്യണത്. ഇപ്പം അടുത്തുണ്ടായ ഒരു സംഭവം പറയാം, ഒരു വായനയിൽ നമ്മളെ ടാറ്റ എന്ന കമ്പനി ഏറ്റവും വലിയൊരു കമ്പനിയാണ് ഇന്ത്യയിൽ അല്ലേ. അതിൻ്റെ വലിയൊരു ഒരു CEO-നെ ഇൻ്റർവ്യൂ ചെയ്തു, CEO പോസ്റ്റിലേക്ക്. അപ്പോൾ ആദ്യം ചോദിച്ചത് എത്ര വയസ്സായി? അവർ പറഞ്ഞു എനിക്ക് 34 വയസ്സായി. കല്യാണം കഴിച്ചിക്കണോ? ഇല്ല. ആഹാ, എന്താ കല്യാണം കഴിക്കാത്തത്? ചോദ്യമാണ്, ഇന്റർവ്യൂവിൻ്റെ ചോദ്യം, നടന്ന സംഭവം. എന്താ കല്യാണം കഴിക്കാത്തത്? അല്ല, ഞാനൊന്ന് ഫ്രീ ആയിട്ട് കല്യാണം കഴിച്ചാൽ പിന്നെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാനാണ്. ഇവർ ചിന്തിച്ചു, മനുഷ്യൻ എങ്ങനെയാണ് കമ്പനി ഉത്തരവാദിത്തം കൊടുക്കുക? കല്യാണം കഴിക്കേണ്ട സമയത്ത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ് വ്യക്തിത്വം. അതിൽ ഫെയിലായി. പിന്നെ ചോദ്യം മാതാപിതാക്കളെ കുറിച്ചാണ്. എവിടെ മാതാപിതാക്കൾ? നമ്മളെ പല ഭാഗങ്ങളിലേക്കും പോയ മാതാപിതാക്കൾ അധികവും പല വൃദ്ധസദനങ്ങളിലായിരിക്കും. കാരണം ഇതൊരു വലിയ പ്രൊഫഷണലാണ്. ഇത് MBAയും അതിൻ്റെ മുകളിലുള്ളതും ഡോക്ടറേറ്റും ഒക്കെ എടുക്കുന്ന തിരക്കിലും ഒക്കെ മാതാപിതാക്കളെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടാക്കിക്കണേ. ഇത് ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണെന്ന്. തൻ്റെ മാതാപിതാക്കളെ നോക്കാത്ത ഒരു വലിയ ആനത്തലയുള്ള ഡിഗ്രിയുള്ള ഒരു PhD ഡോക്ടർക്ക് ഈ കമ്പനിയുടെ ഒരു ഫൈനാൻസ് മാനേജറായിട്ട് ഒരു CEO ആയിട്ട് ഉത്തരവാദിത്തം കൊടുക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ മാറി വരുന്ന സമീപനങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഈ കേട്ടെഴുത്ത് മത്സരമൊക്കെ സ്കൂളിൽ അത് പഠിപ്പിക്കുക. ഈ കുട്ടീനെ ഒരുക്കുമ്പോണ്ട് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇഡ്ഡലി തൊള്ളയിലേക്ക് തീരുമ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് എന്താ, ഇതിൻ്റെ സ്പെല്ലിംഗ് എന്താ, ഇതെന്താ ടീച്ചർ പഠിപ്പിക്കുക. ഏത് ടീച്ചർ? പൊരയിലെ ടീച്ചർ സ്കൂളിലെ ഔദ്യോഗികമായ ടീച്ചറല്ല. പക്ഷെ എൻ്റെ കുട്ടി മാർക്ക് കിട്ടണം. എന്നിട്ട് ആ കേട്ടെഴുത്തിൻ്റെ പേജിൻ്റെ അടിയിൽ ഈ ചുവന്ന വരയിൽ 10ൻ്റെ മുകളിൽ 10 കിട്ടിയാൽ എന്തൊരു കിബറാണ് ഈ ഉമ്മക്ക്, സംതൃപ്തി. ഇവിടെയാണ് നമ്മളെ സമീപനങ്ങൾ മാറേണ്ടതുണ്ട് എന്ന് നമ്മുടെ വിഷയം. കുട്ടികളെ പോറ്റി വളർത്തുന്നിടത്ത് തിരുത്തേണ്ട ധാരണകൾ എന്നാണ്. ഞാൻ ആ ഭാഗത്താണ് ഞാൻ ഇന്ന് ഊന്നാൻ ശ്രമിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇതാണ് സമീപനം. IQ, EQ, അതിന്റെ സെൻട്രൽ SQ, വേറെ ഒന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ പഠിക്കുമ്പോൾ എന്താണെന്നറിയോ? PQ, ഫിസിക്കൽ. ഒരു നായ ഓടിച്ചാൽ എങ്ങനെയാണ് എൻ്റെ കുട്ടി രക്ഷപ്പെടുക? നല്ല ഓടാൻ പഠിക്കണം. അതാണ് PQ, ഫിസിക്കൽ കോഷ്യന്റ്. ബോഡിയെ ആരോഗ്യകരമായി സെറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണമേ കൊടുക്കാവൂ. എല്ലാ ദിവസവും റോസ്റ്റും. കുട്ടികളല്ലേ, കുട്ടി ഇപ്പോൾ ചോദിച്ചാൽ ഉമ്മ പറയും ബാപ്പനോട് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളൊരു 4 ബ്രോസ്റ്റും വാങ്ങിക്കൂലി. എന്തിനാ? എനിക്കല്ല, കുട്ടിയേക്കാണ്. അപ്പോൾ ഇത് തന്നെ കൊടുക്കുകയാണ്. ഈ ജയന്റ് ഫുഡുകൾ, ഓയിൽ ഫുഡുകൾ കൊടുത്ത് കുട്ടിയെ ബ്രോയിലർ ചിക്കൻ്റെ മാതിരി വളരെ എളിയ പ്രായത്തിൽ വലിയ തൂക്കങ്ങളിലേക്ക് പോയി ആരോഗ്യം നശിപ്പിക്കുന്ന കുട്ടിക്ക് എന്ത് ബോഡി ഫിറ്റ്നസ്സാണ് നമ്മൾ നൽകുന്നത്? ആ കുട്ടിക്ക് എങ്ങാനും ഒരു റൂമിൽ തീപിടുത്തം നടന്നാൽ എത്ര റൂമുകളിൽ തീപിടുത്തം വന്നിട്ട് അവസാനം എണീറ്റ് AC പുറത്തോട്ട് തള്ളി ആ ഹോളിലൂടെ രക്ഷപ്പെട്ട മനുഷ്യന്മാരെത്ര? 1ഉം 2ഉം ആൾ രക്ഷപ്പെട്ടു. 3ാമത്തെ ആൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ അവിടെ AC-ന്റെ താഴെ മരിച്ചു കിടക്കുന്ന സംഭവങ്ങൾ ഈ ജിദ്ദയിൽ ഞാനുണ്ടായപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം PQ പ്രശ്നമാണ്. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ പുതിയ സമീപനം. ഒരു IQ-ൽ മാത്രം അത് എളുപ്പമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. ടീച്ചറുടെ മൂഡിൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പാല് കാച്ചുമ്പോൾ മക്കളെ നോക്കുമ്പോൾ 36 അതൊക്കെ ഉണ്ട് പോരേല്. അപ്പം അതിനനുസരിച്ച് ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചോദ്യം തന്നെ തെറ്റായിരിക്കും പലതും.
അതിൽ കിട്ടുന്ന മാർക്കിനനുസരിച്ചാണോ തൻ്റെ കുട്ടിയുടെ വ്യക്തിത്വ വികാസം? അതിൽ കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള വളർച്ചയുടെ മാനദണ്ഡം വെച്ചിട്ടാണോ തൻ്റെ കുട്ടി ഈ ഭൂമിയിൽ മുന്നേറേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കുക, IQ-വിലും SQ-വിലും EQ-വിലും ഇപ്പതാ PQ-വിലുമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ശ്രദ്ധ. നമ്മൾ അതിലേക്ക് തിരിച്ചു വരണം. IQ-വിലല്ല വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത്, അത് സ്കൂൾ ശ്രദ്ധിക്കട്ടെ. അതിനാണല്ലോ നമ്മൾ നല്ല CBSE സ്കൂളിൽ ചേർത്തിയത്. നമ്മൾ EQ-വും SQ-വും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സ്പിരിച്വൽ കോഷ്യന്റ്. കുട്ടി കളവ് പറയില്ല. ചില മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടി കളവ് പറയില്ല. അതൊരു വർത്തമാനമാണ്. അത് മക്കളിലുള്ളൊരു കോൺഫിഡൻസാണ്. അത് ഉമ്മക്ക് അനുഭവമാണത്. എന്നാൽ ചിലർ പറയും, എൻ്റെ കുട്ടി വായ തുറന്ന കളവേ പറയൂ. ആരാ? കുട്ടി പരാജയപ്പെടുന്നില്ല, കുട്ടിയെ നമ്മൾ പരാജയപ്പെടുത്തിയതാണ്. ഈ സ്പിരിച്വൽ കോഷ്യന്റും ഇമോഷണൽ കോഷ്യന്റും നൽകാൻ നമ്മുടെ CBSE സിലബസിൽ കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ടൈം ടേബിൾ ഒന്ന് എടുത്തു നോക്കൂ. ഒരു റിലീജിയസ് പീരീഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു പീരീഡ് ഉണ്ടാവും. ഇപ്പൊ ചില മുസ്ലിം മാനേജ്മെന്റ് ഉള്ള സ്കൂളിൽ മദ്രസ പീരീഡുകളും ഉണ്ട്, നല്ലതാണ്. പക്ഷേ മാതാപിതാക്കളുടെ വീടിന്റെ അന്തരീക്ഷത്തിന്റെ ഈ രംഗത്തുള്ള ഉത്തരവാദിത്തം അതാണ് പ്രധാനം. അത് തന്നെയാണ് പ്രധാനം. അത് നഷ്ടപ്പെടുന്ന കുട്ടിയെ കുറിച്ച് പിന്നീട് നമ്മൾ എത്ര പരാതി പറഞ്ഞിട്ടും കാര്യമല്ല. കണ്ടോ, ഈ സമയങ്ങളിൽ ഇതെല്ലാം സ്കില്ലുള്ള ഒരു കുട്ടിനെ കുറിച്ചാണ്, ആ സ്കില്ലിനെ കുറിച്ചാണ് ഒരു പുതിയ പേര് 21ാം നൂറ്റാണ്ടിൻ്റെ സ്കില്ല് എന്നാണ് അതിന് പറയാം. ഈ IQ-വും ഈ EQ-വും ഈ SQ-വും ഈ PQ-വും ഒക്കെ ലഭിച്ചുകൊണ്ട് വളരുന്ന കുട്ടി 21st സെഞ്ച്വറി സ്കിൽസ് കുട്ടിയായി വളരുകയാണ്. ഇതാണ് സമീപനം. ഇങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പുതുതായി മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം അത് വേറൊരു ബിസിനസ്സാണ്, അവരുടെ സൗകര്യമാണ്. നമ്മൾ വല്ലാതെ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറക്കുന്നു, അറിയാതെ പോകുന്നു. നമ്മൾ ഫുള്ളി ഞാൻ നല്ലൊരു സ്കൂളിൽ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് ഇതൊക്കെ കുട്ടി പഠിക്കാനാണ്, തെറ്റാണ്. ഒരു IQ രംഗത്ത് എല്ലാ കലാലയങ്ങളും കുട്ടിയെ പ്രൊഫഷണലാക്കും. നല്ല ഡോക്ടർമാരാക്കിന്ന് വരും, നല്ല മാത്തമാറ്റീഷ്യൻ ആക്കിന്ന് വരും, നല്ലൊരു സയന്റിസ്റ്റ് ആക്കിന്ന് വരും, നല്ലൊരു എഞ്ചിനീയർ ആക്കിന്ന് വരും. പക്ഷേ സഹോദരൻ അലി ഷാക്കിർ മുണ്ടേരി ഇവിടെ വിശദീകരിച്ച ഞാനെന്ന ഉപ്പനെയും എൻ്റെ ഭാര്യ എന്ന ആ കുട്ടിയുടെ ഉമ്മനെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കുട്ടിയായി അത് വളരുകയാണ്. ആ കുട്ടിക്ക് പ്രധാനം കുട്ടിയുടെ സുഹൃത്തുക്കളുടെ വാക്കുകളും സുഹൃത്തുക്കളുടെ മതത്തിലുമാണ് ആ കുട്ടി. ഒരു ഭാര്യ കടന്നു വരുന്നതോടുകൂടി ആ ഭാര്യയോട് വല്ലാത്തൊരു സ്നേഹവും ആ കുട്ടിക്കുണ്ടെങ്കിൽ പിന്നെ ഭാര്യയുടെ വാക്കാണ് ആ കുട്ടിക്ക് പ്രധാനം. ഇതൊക്കെ എങ്ങനെ ആവുന്നത് എന്താ? നമ്മളെ ഉത്തരവാദിത്വം നമ്മളിൽ നിന്നൊന്നും കുട്ടി പഠിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ആ സയൻസ് പറയുന്നത്. ശരി, ഞാൻ ഇതൊന്നും വിശദീകരിക്കാൻ സമയമല്ല. ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുട്ടിക്ക്. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ സ്കില്ല് നമ്മൾ കൊടുക്കുക. കഥകള്, റോൾ മോഡൽ, അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് കുട്ടിയുടെ മനസ്സ് വളരെ ശക്തമായി കരുത്തുള്ള മനസ്സാവണം എന്ന ഒരു നിർബന്ധം നമുക്കുണ്ടാവണം. എൻ്റെ കുട്ടി പതറാൻ പാടില്ല, എൻ്റെ കുട്ടി പേടിച്ച് വരണ്ട് ഉണങ്ങാൻ പാടില്ല, വാടിപ്പോവാൻ പാടില്ല. പെട്ടെന്ന് മനസ്സ് കരുത്ത് വേണം. എന്ത് വേണം? നിങ്ങൾ ഒരു വളർത്തുന്ന നായനെ മുന്നിലിട്ട് ഓടിപ്പിക്കുക, അതാണോ മാർഗമല്ല. നമുക്ക് മാർഗം അങ്ങ് ആകാശത്തേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ. ഇവിടെ പറഞ്ഞല്ലോ ലൈൻ ഷറക്അസീദന്നക്കും, നിങ്ങൾ എന്നെങ്ങാനും നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഇതിലാണ് ഒരു കുട്ടിക്ക് പ്രതീക്ഷ ഉണ്ടാവേണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിനോട്, പടച്ചവനോട്, അള്ളാഹുവിനോട് നന്ദി കാണിക്കേ വേണ്ടു. നമുക്ക് പടച്ചവൻ വർദ്ധിപ്പിച്ചു തരും. ഇതിലാണ് ആ കോൺഫിഡൻസ് ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹ് ചില വാഗ്ദാനം നമ്മൾ നൽകിയിട്ടുണ്ട്. അള്ളാഹ് ലംഘിക്കൂല എന്നുള്ളൊരു വസ്തുത. അത് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന വാഗ്ദാനോ കുട്ടികൾക്ക് വേറെ ആരോ കൊടുക്കുന്ന വാഗ്ദാനോ പോലെയല്ല, ഗവൺമെന്റ് കൊടുക്കുന്ന വാഗ്ദാനങ്ങളല്ല. അതൊക്കെ മാറ്റിയേക്കാം. അള്ളാഹ് കൊടുക്കുന്ന ഒരു വാഗ്ദാനം,
അത് മാറൂല എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ആ വാഗ്ദാനത്തിലായിരിക്കണം നമ്മളെ പ്രതീക്ഷ എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഈ കുട്ടിക്ക് നല്ലതെന്താണ് എന്ന് ആർക്കാ അറിയാവുക? ആ ബോധം കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന് മാത്രമേ അറിയൂ ഈ കുട്ടിക്ക് ഏതാ നല്ലതെന്ന്. ഉമ്മക്കല്ല, ഉമ്മക്കും ഉപ്പക്കുമല്ല ഈ കുട്ടിക്ക് എന്താ നല്ലതെന്ന് അറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടി ചോദിച്ചോട്ടെ, തെറ്റൊന്നുമില്ല. പക്ഷേ കുട്ടി അങ്ങ് ധരിക്കുകയാണ് എല്ലാ കാലത്തും എനിക്ക് എന്താ നല്ലതെന്ന് ഉമ്മക്കും ഉപ്പക്കേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. അതൊരു വല്ലാത്ത തലതിരിഞ്ഞ വിവരമാണ്. എന്നാൽ വിവരം വെക്കുന്ന മുതൽ തന്നെ കുട്ടി പഠിക്കട്ടെ, എനിക്കെന്താ നല്ലതെന്ന് ഉമ്മക്കും ഉപ്പക്കൊക്കെ അറിയാം, പക്ഷെ അതിനേക്കാളേറെ എൻ്റെ പടച്ചവനെ അറിയൂ എന്ന ഒരു വിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടാക്കുമ്പോഴാണ് കുട്ടിക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കുക. മനസ്സിലായില്ലേ? തവക്കുല് എന്ന് പറഞ്ഞൊരു സംഗതി. എന്താ തവക്കുല്? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാണ് അല്ലേ? ഖത്തറിലെ ഒരു ഫാമിലിയെ കുറിച്ച് നേരിട്ട് അറിയാനും കാണാനും സാധിച്ചു. വളരെ നല്ല ശമ്പളം വാങ്ങുന്ന, നല്ല വീട്ടിലധികം ബന്ധുക്കളൊന്നുമില്ല, ഒരു ഭാര്യയും ഒരു ഭർത്താവും 3 കുട്ടികളും. ഓൾക്ക് നല്ല ബിസിനസ്സാണ്, നല്ല സമ്പത്തും സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ 2 ആൾക്കും വലിയ ബന്ധുക്കളോ വാപ്പയോ ഉമ്മയോ ഒന്നും, ഈ വാപ്പക്കും ഉമ്മക്കും, ഖത്തറിലെ വാപ്പക്കും ഉമ്മക്കും നാട്ടിലൊന്നുമില്ല. ഒരു ആക്സിഡൻറ്റിൽ ഈ വാപ്പയും ഉമ്മയും അങ്ങ് മരിച്ചു. ഈ 3 കുട്ടികൾ ഒറ്റപ്പെട്ടു. ഈ കുട്ടി ഒന്ന് 10ാം ക്ലാസ്സിൽ, പിന്നൊന്ന് അങ്ങനെ അവിടെ താഴോട്ട് 3 കുട്ടികളും, കുറച്ച് മുതിർന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികളൊന്നുമല്ല. ഈ കുട്ടികൾ എത്ര സുഖ സൗകര്യത്തിൽ വലിയ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് നാട്ടിൽ ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പോയി പഠിക്കേണ്ടി വന്നു. അതിന് തന്നെ നാട്ടുകാർ അതിന് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ. എങ്ങനെയായിരിക്കും ആ സാഹചര്യം ആ കുട്ടി അഭിമുഖീകരിക്കുക? ഞാൻ ഈ ഒരു കഥ, ഈ സംഭവം പറഞ്ഞത് നമ്മളെ മനസ്സിലുണ്ടാവണം, നമ്മളൊക്കെ എപ്പോഴും മരിക്കും, നമ്മളെ കുട്ടികൾ പതറാൻ പാടില്ല. അപ്പോൾ എന്താണ് തവക്കുൽ എന്താന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. തവക്കുൽ വല്ലാത്തൊരായുധ. എന്ത് സംഭവിച്ചാലും, whatever happened, നമുക്കുള്ള രക്ഷ ആ പ്രശ്നം അള്ളാഹുവിലേക്ക് അങ്ങോട്ട് നൽകിയേക്കുക. പടച്ചവനെ, എൻ്റെ കഴിവുന്നത് പോയിട്ടുണ്ട്, ഇനി നീ. ഈ തവക്കുൽ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളാണ് ആ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് വേണ്ടത് നൽകുന്നത് എന്നാ. എൻട്രൻസിനൊക്കെ പാസ്സാവാൻ വെയിലത്ത് പോയി വെയിൽ കൊള്ളുന്ന ബാപ്പാരുമാരുണ്ട്. ലോട്ടലൊക്കെ എടുത്ത് എന്നിട്ട് രാവിലെ സുബൈക്ക് വെയിൽ കൊണ്ട് എൻട്രൻസിന്. എപ്പോഴെങ്കിലും ഒന്ന് ഈ കുട്ടിയെ ഒരു തവക്കുലിൻ്റെ രൂപം. നിപ്പ വൈറസ് കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ, നമ്മളെ പേരാമ്പ്ര? എന്താ സംഭവിച്ചത്? നമ്മൾ പേടിച്ചു പോയി. നിപ്പ വൈറസ് ബാധിച്ച ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഭാര്യയ്ക്ക് കടക്കാൻ പറ്റൂല, ഭർത്താവിന് കടക്കാൻ പറ്റില്ല. ഭാര്യക്കാണ് വൈറസ് ഉണ്ടായതെങ്കിൽ, തൻ്റെ പൊന്നോമന മക്കൾക്കാണ് വൈറസ് ബാധിച്ചതെങ്കിൽ ഉമ്മാർക്കും ബാപ്പക്കും ഉമ്മക്കും ആ പരിസരത്തേക്ക് പ്രവേശനമല്ല, അങ്ങ് ഏറ്റെടുക്കും. മാലാഖമാരെന്ന് പറയുന്ന നഴ്സുമാർ, അതുപോലെ ഡോക്ടർമാർ, അവർ പ്രത്യേക യൂണിഫോം അരിച്ച് മുഖം മൂടി ധരിച്ച് ഈ കുട്ടി ഇവരെ കണ്ടാൽ തന്നെ പേടിക്കാൻ മതി. കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല, ശക്തമായ പനി, അതിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. പക്ഷേ ഒരു സെല്ലിലിട്ടുകയാണ് ഈ കുട്ടിയെ. ഈ കുട്ടി കരയില്ലേ? നിപ്പ വൈറസ് എന്തിനു വേണ്ടിയാണ്? ഒരു ആൾ മരിക്കുന്നത് പോലും നമുക്കുള്ള പാഠങ്ങളാണ്. മക്കളെ പോറ്റി വളർത്താനുള്ള നമുക്ക് നല്ല നല്ല പാഠങ്ങളാണ്. പറഞ്ഞു കൊടുക്കണം. നിപ്പ വൈറസ് പത്രത്തിൽ വായിക്കാനുള്ളതല്ല, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ, നിങ്ങൾ കണ്ടോ ഈ നിപ്പ വൈറസ് എന്താ സംഭവിച്ചതെന്ന്? ഒന്ന് മയ്യത്ത് മറ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല. കാരണം എന്താ? പറ്റൂല. എന്നിട്ട് ആ കലക്ടർ നല്ല സ്വഭാവക്കാരനായതുകൊണ്ട് ആ കബറിൻ്റെ പുറത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുക, വിട്ടു നിൽക്കുക, നിങ്ങൾ അവിടെ നിന്ന് നിസ്കരിച്ചോളി. മയ്യത്തൊക്കെ ഇറക്കുന്നത് വളണ്ടിയേഴ്സ്, ഈ പറഞ്ഞ മാലാഖമാർ. ഈ നിപ്പ വൈറസ് ഏതോ ഭൂമിൻ്റെ ഏതോ നടന്നൊരു സംഭവം നമ്മളെ നാട്ടിൽ പച്ച മലയാളത്തിൽ കഴിഞ്ഞ വർഷം നടന്നതല്ലേ? എല്ലാ കൊല്ലവും നിപ്പ മന്ത്സ് വരുന്നില്ലേ? അപ്പൊ നമുക്കും ഇത് സംഭവിച്ചൂടെ? ഒരു കിണറ്റിന്ന് ഒരു വവ്വാല് പൊന്തിന്നോ അല്ലെ ഒരു മരത്തിന്ന് ഒരു നിങ്ങൾ നോക്കി എത്ര കഷ്ടമാണ് നമ്മളെ കാര്യം. ഈ മക്കളെ വളർത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പാകപ്പെടുത്തേണ്ടത്? എന്ത് കരുത്താണ് നമ്മളെ മക്കൾക്ക് നൽകേണ്ടത്? എല്ലാ വിഷയത്തിലും 100% മാർക്കാണോ നമ്മളെ ലക്ഷ്യം? അള്ളാഹുവിൽ തവക്കുലാക്കുന്ന കുട്ടിക്ക്, ആ കുട്ടിക്ക് മാർക്ക് വാങ്ങാൻ മാത്രം ആ കുട്ടി അങ്ങ് വളരൂലേ?
നമ്മളെന്താണ് നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ ഉന്നത തലത്തിൽ ആ കുട്ടിയെത്തും നമ്മൾ ഇമ്മാതിരി കാര്യങ്ങൾ കൊടുത്താൽ. അപ്പൊ അതാണ് കുട്ടികൾക്ക് വേണ്ട തവക്കുല്. ഞാനൊന്ന് സ്പീഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇതുണ്ടോ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റിൽ നടക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് ലാംഗ്വേജ്, ഭാഷ. എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ കടകടകടാന്ന് സംസാരിക്കുന്നത്? നമ്മൾ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായി പറയും. സ്ത്രീ എന്ന് പറഞ്ഞാൽ വായാടിയാണ്. ശരിക്കും അങ്ങനെ പറയരുത്. സംസാരിക്കുക എന്ന വലിയൊരു അനുഗ്രഹം അള്ളാഹു വല്ലാതെ നൽകിയ ആ സ്കില്ല് നൽകിയ ഒരു സൃഷ്ടിയാണ് സ്ത്രീ. സ്ത്രീ സംസാരിച്ചിട്ട് വേണം ഈ മനുഷ്യക്കുഞ്ഞിന് ഭാഷ പഠിച്ചെടുക്കാൻ. സംസാരിക്കാത്ത സ്ത്രീകളുടെ മക്കൾ സംസാരിക്കാൻ വളരെ വൈകുന്നു. പിന്നീട് സ്പീച്ച് തെറാപ്പിയൊക്കെ വേണ്ടി വരുന്നു ഈ കുട്ടി സംസാരിക്കാൻ. സ്ത്രീ സംസാരിക്കണം. ഭാഷ, ഞാൻ ചോദിക്കട്ടെ, ഭാഷ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല ആള് പുരുഷ ടീച്ചറല്ല, സ്ത്രീ ടീച്ചറാണ്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ ഏറ്റവും നല്ല സൃഷ്ടിപ്പ് സ്കില്ല് സ്ത്രീക്കാണ്, പുരുഷനല്ല. ഒരു കുഞ്ഞിനെ അങ്ങനെ വളർത്താനുള്ള കഴിവുകൾ സ്ത്രീക്ക് പഠിച്ചോൻ കൊടുത്തുക. അതുകൊണ്ടാണ് ആ സ്ത്രീ കൂടെ കൂടെ സംസാരിക്കുന്നത്. അതിനെ പോസിറ്റീവായിട്ട് സമൂഹം ഉപയോഗപ്പെടുത്തട്ടെ. വെറുതെ വായാടിയും ഈ കലബല സംസാരം അതാവശ്യമാണ്. അത് ഈ പ്രകൃതിക്ക് വേണ്ടതാണ്. വല്ലാതെ സ്നേഹിക്കുക, വല്ലാതെ സ്നേഹിക്കുക. ഒരു പുരുഷൻ അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല, അത് സ്ത്രീക്കാണ് സാധിക്കുക. ഒരു പുരുഷൻ അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല, സ്ത്രീക്കാണ് സാധിക്കുക. ഇത് രണ്ടും അള്ളാഹു കൊടുത്ത കഴിവാണ്. ഒരു പുരുഷൻ ആക്സിഡന്റ് ഉണ്ടായാൽ അതിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറോ റൈറ്റ് ഹെമിസ്ഫിയറോ തകർന്നാൽ ആ പുരുഷന് പെട്ടെന്ന് സംസാരശേഷി നഷ്ടപ്പെടും. ഒരു സ്ത്രീക്ക് ഒരു കാർ ആക്സിഡന്റ് ആയി തലച്ചോറിന് ക്ഷതം സംഭവിച്ചാൽ പുരുഷന് സംഭവിക്കുന്ന രൂപത്തിലുള്ള ആ സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ വളരെ കുറവാണ് സ്ത്രീക്ക്. കാരണം ഈ സ്പീച്ച് സെന്റേഴ്സ് ഉണ്ട് തലച്ചോറിന്. പുരുഷൻ അത് ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, വല്ലാതെ ഭാഗത്തൊന്നുമില്ല. സ്ത്രീക്ക് തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഈ സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഈ സ്പീച്ച് സെന്റർ ഉണ്ട്. ഒരു സ്ത്രീയുടെ തലച്ചോറ് മൊത്തം തകർന്നാലേ ആ സ്ത്രീയുടെ സംസാരശേഷി നഷ്ടപ്പെടും. ഒരുവിധം ആക്സിഡന്റിലൊന്നും സ്ത്രീക്ക് സംസാരശേഷി നഷ്ടപ്പെടില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ലാംഗ്വേജ് കുട്ടിയെ പഠിപ്പിക്കണം ചൈൽഡ്ഹുഡിൽ. അതുപോലെ ഈ ക്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, അതാണ് PQ ഫിസിക്കല്. ഈ ഗ്രോസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ മരത്തുമെന്ന് ചാടാനുള്ള കഴിവ്, കുളത്തിലേക്ക് ചാടാനുള്ള കഴിവ്, നീന്താനുള്ള കഴിവ്, ഓടാനുള്ള കഴിവ്, ഒരു വേണ്ടി വന്നാൽ മരത്തിൽ ഓടിക്കയറാനുള്ള കഴിവ്, അതിനാണ് ഗ്രോസ് മോട്ടോർ എന്ന് പറയുക. ഫൈൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ സൂചി തുന്നാനുള്ള കഴിവ്, ചെറിയ ചെറിയ സംഗതികൾ. ഒരു സർജറിയൊക്കെ ആയി വലിയ ഡോക്ടർ ആവേണ്ടതായിരിക്കും. അപ്പം നമ്മളെ വിരലുകൾ വിറയലൊന്നും പാടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അതിസൂക്ഷ്മമായി വിരലുകളെ ചലിപ്പിക്കാനും അതിസൂക്ഷ്മമായി ചെറിയ ചലനങ്ങളോടുകൂടി വിരലുകളെ നിയന്ത്രിക്കാനും കഴിയുന്ന കഴിവുകൾക്കാണ് ഫൈൻ മോട്ടോർ എന്ന് പറയുക. ഈ ഫൈൻ മോട്ടോർ അതാണ് ലൈഫ് സ്കില്ലിൻ്റെ ഭാഗമാണത്. അതൊക്കെ ഈ ചൈൽഡ്ഹുഡ് കിട്ടണം എന്നാണ് നമ്മളങ്ങ് ആഗ്രഹിച്ചാൽ പോരാ. എൻ്റെ മോന് ഡോക്ടർ ആവണം, ഒരു സർജൻ ആവണം, വലിയ വലിയ ഓപ്പറേഷൻ ഹാർട്ട് സർജറി ചെയ്യുന്ന ഡോക്ടർ ആവണം, ഇതൊക്കെ ചെറുപ്പത്തിൽ കൊടുക്കണം. അതാണ് EQ 5 വയസ്സിന് മുന്നേ കൊടുത്തോളണം, വളരെ നിർബന്ധമാണ്. അപ്പോൾ അതാണ് ആ കാര്യങ്ങളൊക്കെ. സമയം എത്രയൊന്ന് പറയണം, എൻ്റെ വാച്ചിങ്ങൾ ഞാൻ ഈ ലേറ്റ് കാരണം കാണുന്നില്ല. പിന്നെ നമ്മൾ വല്ലാതെ സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവരാണ്. സ്നേഹം, പക്ഷെ സ്നേഹം മാത്രമല്ല, നിയന്ത്രണവും. ഓൺലി ലവ് അത് പാടില്ല, നിയന്ത്രണങ്ങൾ വേണം. യെസ് എന്ന് പറയേണ്ടടുത്ത് കുട്ടിയോട് കൃത്യമായി യെസ് എന്ന് പറയാനും സാധിക്കണം. അങ്ങനെയുണ്ട്. എല്ലാത്തിനും നോ. ഉമ്മ ഞാനൊന്ന് പുറത്തേക്ക് പോട്ടെ, വേണ്ട. ഉമ്മ ഞാനൊന്ന് അങ്ങോട്ട് നോക്കട്ടെ, വേണ്ട. ഇന്നൊരു സുഹൃത്തിൻ്റെ കൂടെ ഞാനൊന്ന് പന്ത് കളിക്കണ്ടേ, വേണ്ട. അങ്ങനെ എല്ലാത്തിനും നോ എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അത് അപകടമാണ്. അപ്പോൾ യെസ് എന്ന് പറയേണ്ടടുത്ത് കൃത്യമായി യെസ് എന്ന് പറയുകയും എന്നാൽ നോ പാടില്ല എന്ന് പറയേണ്ടടുത്ത് കുട്ടിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി നോ എന്ന് പറയുന്ന ആ ഒരു ബാലൻസ്ഡ് ലവ് ഉണ്ട്. അതാണ് നമ്മൾ നൽകേണ്ടത്. പ്രവാചകന്റെ ജീവിതത്തിലൊക്കെ അതാണ് നമ്മൾ ശരിക്കും അപ്പോൾ ഈ സ്നേഹത്തിൻ്റെയും ഈ നിയന്ത്രണത്തിൻ്റെയും ഇടയിലാണ് പോറ്റി വളർത്തൽ, പാരന്റിങ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലവിൻ്റെ കാര്യം പറയുമ്പോൾ പ്രവാചകനോട് പഠിച്ചോൻ പറഞ്ഞത് എന്താ അറിയോ? ഒരായത്താണിത്. ഞാൻ ആയത്ത് فبما رحمة
من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم. എന്താ പ്രവാചകനോട് പറഞ്ഞതെന്നറിയോ? പ്രവാചകരെ, നീ എങ്ങാനും ഒരു കഠിന ഹൃദയവനും ഒരു പരുഷ സ്വഭാവിയുമായിരുന്നെങ്കിൽ ആളുകളൊക്കെ നിന്റെ ചുറ്റുന്ന് ഓടിപ്പോകുമായിരുന്നു, ആരും നിന്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. ഇത് പ്രവാചകനോടാ പറഞ്ഞത്. ഇതെല്ലാവർക്കും ബാധക. മാതാപിതാക്കള് ഒരു കഠിന ഹൃദയക്കാരും പരുഷ സ്വഭാവികളുമാണെങ്കിൽ മക്കള് മാതാപിതാക്കളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടൂല. എത്ര മക്കളുണ്ട്, ബാപ്പ ഇങ്ങനെ കൊലായിലിരിക്കുകയായിരിക്കും, സ്കൂൾ വിട്ട് വരുമ്പോൾ മൂപ്പരുണ്ടില്ല അവിടെ, എന്നിട്ട് ബാക്ക് കൂടി അടുക്കളയിൽ പോയി കയറുന്ന എത്ര അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്. ബാപ്പനെ കാണുന്നത് ഇഷ്ടമല്ല. ബാപ്പ 2 കൊല്ലം ജോലി ചെയ്യുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഈ മക്കൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് ഇല്ലാത്ത പൈസ ഉപയോഗിച്ചിട്ട് സാധനങ്ങളൊക്കെ കെട്ടി മാറാപ്പാക്കി മോന് വേണ്ട എല്ലാ സാധനവും ഉണ്ടാവും. എന്നിട്ട് ബാപ്പ മോന് വരുമ്പോൾ ഈ കുട്ടിക്ക് മോനെ കാണേണ്ടത് എപ്പോഴാണെന്നറിയോ? ആ പെട്ടി പൊട്ടിക്കുമ്പോഴും ആ സാധനങ്ങൾ കൈക്കലാക്കുമ്പോഴും മാത്രം. പിന്നെ ബാപ്പയുടെ സാന്നിധ്യം ഈ മക്കൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? അതിനൊരു പക്ഷെ നമ്മൾ തന്നെ കാരണമാവും. അപ്പോ മക്കളോട് ഇന്ന് പ്രത്യേകിച്ച് പഴയ കാലമൊന്നുമല്ല, ഇന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഐഫോണാണ്, എൻ്റെ കയ്യിലുള്ള ഒരു ഐഫോണാണ്. എൻ്റെ കുട്ടികൾക്ക് ഇതൊരു ഐഫോൺ 10 ആണ്. എൻ്റെ കുട്ടിക്ക് ഐഫോൺ ഇതുവരെ കുട്ടി വാങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കാം. കുട്ടിയോട്ട് കണ്ടിട്ടുമില്ല ഐഫോൺ, ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇതിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഐഫോൺ ഉപയോഗിക്കാതെ എൻ്റെ കുട്ടീൻ്റെ കൊടുത്താൽ മതി. ഓനതെന്ന് നോക്കിയിട്ട് അത് നന്നാക്കി അത് തരും. ഒന്ന് കണ്ടെത്താൻ ഇല്ലങ്ങനെ മെസ്സേജ് അയക്കല് ഓൻ പറഞ്ഞു തരും. അതാണ്, ആ രൂപത്തിലേക്കാണ് ഇന്നത്തെ ഈ ഒരു കപ്പാസിറ്റിയുടെ ഇത് മാറിയത്. ഇന്ന് വളരെ മാറി. അത് എന്നാണ് ഈ രംഗത്തും കുട്ടിയോട് വളരെ സൗമ്യമായി, കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ, ഒരു ശിക്ഷ പോലും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ദേഷ്യം മാത്രമല്ല കുട്ടിയോട് പ്രകടിപ്പിക്കാനുള്ളത്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, 100 ചില്ലറ ഇമോഷനുകൾ പടച്ചവൻ ഒരു അനുഗ്രഹമായി നമുക്ക് നൽകിയതാണ്. അത് അതിൻ്റെ അവസരത്തിൽ ഉപയോഗിക്കാനാണ്. ഞാൻ ചോദിക്കും, ഒരു കുട്ടിക്ക് 1ാം ക്ലാസ്സിൽ കുട്ടി തോറ്റു. എന്താ തോൽക്കാൻ കാരണം? മാത്സിൽ 0 മാർക്ക്. അങ്ങനെ തോറ്റു. 2ാമത്തെ കൊല്ലവും കുട്ടി പഠിച്ചു, ഉമ്മയും കുറെ കഷ്ടപ്പെട്ടു. 2ാമത്തെ കൊല്ലവും മാത്സിന് 0 തോറ്റു. എന്താ ചെയ്യുക? ആ ഉമ്മ ആകെ അങ്ങോട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നട്ടപ്പിരാന്ത് പിടിച്ചിട്ട് ആ ഒരു വലിയ ശബ്ദത്തിൻ്റെ ബോംബുകൾ ആ ചെറിയ കുട്ടിയുടെ തലയിലേക്ക്, ആ കുട്ടിയുടെ വളർച്ചകളൊക്കെ മുരടിച്ചുന്ന രൂപത്തിൽ, ഉമ്മനെ വല്ലാതെ വെറുക്കുന്ന രൂപത്തിൽ. നമ്മൾ ആദ്യം പറഞ്ഞില്ല, അവിടെ നിന്നാണ് തുടങ്ങിയത്. നേരെ മറിച്ച് അതിന് പകരം, ആ ദേഷ്യത്തിന് പകരം ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞാൽ, എൻ്റെ മോനെ, നീ ഒരു 0 മാർക്കാണല്ലോ കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും വാങ്ങിയത് എന്നാണ് മോൻ്റെ ഉമ്മ ആ 0-ന് ഇപ്പുറത്തൊരു 1 ഇട്ടിട്ട് എൻ്റെ മോന് കുട്ടിക്ക് ഒരു 0-ന് ഒരു 10 മാർക്ക് കണക്കിൽ വാങ്ങുന്നത് കാണുക എന്ന് ചോദിച്ചുകൊണ്ട് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. അതാണ് കുട്ടിയെ പോറ്റി വളർത്തല്. അന്ന് ആ കുട്ടി തീരുമാനിക്കും, എൻ്റെ ഉമ്മനെ ഇനി ഞാൻ കരയിപ്പിക്കില്ല. അന്ന് കുട്ടി തീരുമാനിക്കും. അപ്പോൾ ഈ ദേഷ്യവും ഒച്ചവെക്കലും അത് മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കാനും പോറ്റി വളർത്താനും നമുക്കുള്ള ആയുധം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സൗമ്യമായി, നബിനോട് പോലും അങ്ങനെയാണ് പറഞ്ഞത്. ആ ആയത്താണ് നമ്മളിവിടെ കേട്ടത്. അതാണ് എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ, വളരെ എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംഭവം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനെയും കൂട്ടിയിട്ട് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് പോവുക. അപ്പൊ ചോദിക്കുകയാണ്, മുആദ്, നിനക്കറിയോ അള്ളാഹ്ക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയൊരു അവകാശം എന്താണെന്ന് അറിയോ? ഒരു വിഷയം പഠിപ്പിക്കാം. അപ്പൊ അത് ചോദ്യം കേട്ടപ്പോ ഈ കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല, അള്ളാഹ്ക്കും റസൂലിനും അല്ല അറിയാം, എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞു കൊടുത്തു, അള്ളാഹ്ക്ക് മാത്രം നമ്മൾ ആരാധനകൾ നൽകുക എന്നതാണത്. എന്നിട്ട് തിരിച്ചു ചോദ്യം, ഇങ്ങനെ അള്ളാഹ്ക്ക് മാത്രം ആരാധന നൽകുന്ന ജനങ്ങളോട് എന്താ അവകാശമാണ് പടച്ചോൻ ഇങ്ങോട്ടുള്ളത്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല, അത് അള്ളാഹ്ക്കും റസൂലിനും അല്ല അറിയാം. അപ്പൊ പറഞ്ഞ മറുപടി, ആ ഒരു ആളുകൾക്കുള്ള അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ട അവകാശം ഒരിക്കലും ശിക്ഷിക്കൂല എന്നാണ്.
അപ്പോൾ ഒരിക്കലും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഒരു പഠനം ഒരു യാത്രയിൽ ഉപയോഗിക്കുക. ഒരു കുതിരപ്പുറത്തുള്ള ഒരു സവാരിയിൽ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയോട് ഈ ചോദ്യങ്ങൾ. നമ്മൾ ടൂറൊക്കെ പോകാറുണ്ട് മക്കളെയായിട്ട് അല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ലോക്യവും ഭയങ്കര വർത്താനവും ഒക്കെ ആയിട്ട്, ഇങ്ങോട്ട് പോരുമ്പോൾ ഇപ്പയും തെറ്റിയിട്ടുണ്ടാവും. അത് പിന്നെ നേരത്തെ ചിലപ്പോൾ ബൈക്കിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ തെറ്റിയിട്ടുണ്ടാവും. ഇങ്ങോട്ട് വരുമ്പോൾ മക്കളും ഒക്കെ തെറ്റി ആകെ കശപീശായിട്ട് പ്രശ്നമായിട്ടാണ് വരിക. അങ്ങനെയല്ല, നമ്മൾ പ്ലാൻ ചെയ്യണം. കുട്ടിക്ക് കൊടുക്കേണ്ട ഇത്തരം പാരൻറ്റിങ്, ഫലവത്തായ രക്ഷകർത്തൃത്വം, പോറ്റി വളർത്തൽ, ഈ പറഞ്ഞ പോറ്റി വളർത്തൽ, ഭക്ഷണം കൊടുക്കലും ചികിത്സയിലും നല്ല സ്കൂൾ പറഞ്ഞേക്കലും ബാഗ് പാക്ക് ചെയ്യലും പിന്നെ യൂണിഫോം ധരിപ്പിക്കലും ആ ബെൽറ്റ് കെട്ടിക്കലും നല്ല പാരൻറ്റിങ്. ഈ പറഞ്ഞ പാരൻറ്റിങ്ങിന് ഏറ്റവും നല്ല അവസരം ടൂറ് പോലൊക്കെയാണ്. കുട്ടികളുടെ തലച്ചോറും ഹൃദയവും നമ്മളെ കൈകളിലേക്കാക്കാൻ പറ്റും. നബിനോട് പടച്ചോൻ പറഞ്ഞ മാതിരി നീ സൗമ്യമായി പെരുമാറിയിരുന്നെങ്കിൽ, നമ്മളെങ്ങാനും സ്നേഹത്തോടു കൂടി സൗമ്യമായി ഈ രൂപത്തിൽ അങ്ങ് കുട്ടികളുമായി ഇടകലർന്നാൽ കുട്ടികൾ നമ്മളെ ചുറ്റി തന്നെ നിൽക്കും. അങ്ങനെയും കുറേ മക്കളുണ്ട്. ചില പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ഈ പെൺകുട്ടിൻ്റെ ലക്ഷ്യം, ആഗ്രഹം എന്താണെന്നറിയോ? എനിക്കൊരു ഭർത്താവിനെ വേണം. എൻ്റെ ഉമ്മക്ക് എൻ്റെ ഉപ്പ എങ്ങനെയാണോ ഭർത്താവാകുന്നത് അതുപോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടേണ്ടതാണ്. കാരണം ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന റോൾ മോഡൽ ആ പെൺകുട്ടി കാണുന്നത് ഉപ്പൻ്റെ അടുത്താണ്. കാരണം ഉപ്പയമ്മയും നല്ല സ്നേഹം, അത് കണ്ട് പഠിക്കുന്ന സ്ത്രീ എന്നിട്ട് കിട്ടിയ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ കാണുമ്പോൾ ഇങ്ങനൊന്നും അല്ലല്ലോ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മനോട് പെരുമാറുന്ന കുട്ടിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അവിടാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മളെ അൾട്ടിമേറ്റ് ലക്ഷ്യം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ കുട്ടികളൊക്കെ കരിയുന്നുണ്ട്, ഞാനിത് അവസാനിപ്പിക്കുകയാണ്. എന്താണ് പിന്നെ സഹോദരന്മാരെ സഹോദരിമാരെ, മക്കളിൽ നമ്മൾ അടുത്ത അൾട്ടിമേറ്റ് ഏറ്റവും വലിയ അന്തിമ ലക്ഷ്യം എന്താ? ഏത് കടമ്പയാണ് കുട്ടി ചാടിക്കിടക്കേണ്ടത്? ഏതൊരു അൾട്ടിമേറ്റ് വിജയത്തിലേക്കാണ്, സക്സസിലേക്കാണ് കുട്ടികൾ എത്തേണ്ടത്? ഈ ചോദ്യം മാതാപിതാക്കളെ വിളിച്ച് ചോദിച്ചാൽ എന്താ പറയാന്നറിയോ? ഒരു നല്ല ഡോക്ടർ ആവണം, ഒരു നല്ല എഞ്ചിനീയർ ആവണം, ഇങ്ങനൊക്കെയാണ് പറയുക. വളരെ ചുരുക്കി കെട്ടിയ ലക്ഷ്യബോധം, വളരെ ചുരുക്കി കെട്ടിയ ലക്ഷ്യബോധമാണ് യഥാർത്ഥത്തിലുള്ളത്. എന്നാ അങ്ങനല്ല. നമുക്ക് രണ്ട് ലോകമുണ്ട്, ഈ ലോകവുമുണ്ട് പരലോകവുമുണ്ട്. അതിൽ വിശ്വസിക്കുന്ന നമ്മൾ ഈ കുട്ടി ഈ ലോകത്തും വിജയിക്കണം, അടുത്ത ലോകത്തും കുട്ടി വിജയിക്കണം. അതാ ലക്ഷ്യമിടേണ്ടത്. ആ ലക്ഷ്യം നമ്മളെടുത്തില്ലെങ്കിൽ നമ്മളെ കുട്ടി കേടുവരുന്ന അതപ്പതിച്ച് ആകെ താറുമാറാവുന്നതിന് നമ്മൾ ആരെയാണ് പരാതി പറയുന്നത്? ആ പരാതിയുടെ വിരലുകളെ നമ്മളെ നെഞ്ചത്തേക്ക് തന്നെ ചൂണ്ടിയാൽ മതി. ഓരോ ഉമ്മയും ഓരോ പിതാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയട്ടെ, പ്രവാചകന് ഒരു സംഭവം പഠിപ്പിക്കാം. രണ്ട് ലോകമുണ്ട് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ നമ്മൾ പഠിപ്പിക്കുക? അത് മദ്രസയിലെ മൊലിയാർ പഠിപ്പിച്ചോളൂ. എന്ത് രണ്ട് ലോകമുണ്ട് എന്നോ? അവിടെ ഇതേമാതിരി ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ ഉഷാറ്. എന്നാ നബി പഠിപ്പിച്ചത് അങ്ങനെയല്ല. നബി രണ്ട് ലോകത്തെക്കുറിച്ച് പഠിപ്പിച്ചത് നബി പറഞ്ഞു, ഇതാ ഒരു കൈവിരൽ. നിങ്ങൾ സമുദ്രങ്ങൾ കണ്ടിട്ടുണ്ട്, അത് അറിയാം. എന്നിട്ട് പറഞ്ഞു, ഈ കൈവിരൽ നിങ്ങൾ ഈ സമുദ്രത്തിലേക്കൊന്നങ്ങ് തൊട്ടിട്ട് ആ വിരലൊന്ന് പൊന്തിച്ചാൽ സമുദ്രത്തിൽ എത്ര വെള്ളമാണ് ഈ കൈമിൽ വന്നത്? അപ്പൊ കുട്ടികളൊക്കെ പറയും, ഒരു തുള്ളി. ബാക്കി സമുദ്രത്തിൽ എത്ര ഉണ്ട്? ഈ കൈമേൽ പോകുന്ന ഈ വെള്ളമാണ് ഇഹലോകം, ആ സമുദ്രത്തിലിരിക്കുന്ന വെള്ളമാണ് പരലോകം. ഇതാണ് ആ ഡിഫറൻസ്. എന്ത് രസകരമാണ്! ഈ ലോകവും പരലോകവും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും വലിയൊരു ടീച്ചറായ അധ്യാപകൻ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول
الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നമുക്ക് ഈ ആയത്ത് നമ്മളിവിടെ സൗദി അറേബ്യയിലാണ്, ജിദ്ദയിലാണ്, മക്കൻ്റെ അടുത്താണ് തവാഫ് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് വെറുതെ ഒരു ചടങ്ങായിട്ട് ഓതാനുള്ള ഒരു ആയത്താണിത്. ഈ ആയത്തിൽ പറയുന്നത് ജനങ്ങളിൽ ഒരു കൂട്ടരുണ്ട്, അവർ പറയും ഇഹലോകത്തെ വിഷയം മാത്രമേ ഓര് പറയൂ, ഈ ലോകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ഓൽക്ക് അതേ കിട്ടൂന്നാണ്. വേറൊരു കൂട്ടരുണ്ട്, അതാണ് ഇവിടെ ഈ ചോപ്പിൽ ആ ആയത്തിൽ പറയാ. അവർ പറയും എന്താണെന്നറിയോ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിന, ഞങ്ങൾക്ക് നീ നൽകണേ. എന്ത്? ഫിദ്ദുന്യ ഹസന, ഈ ലോകത്തും വലിയ വലിയ വിജയങ്ങളും സക്സസ് സ്റ്റോറികളും വലിയ 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 അച്ചീവ്മെൻറ്റുകളും ഞങ്ങൾക്ക് നീ നൽകണേ ഈ ലോകത്ത്. മാത്രവുമല്ല വഫിൽ ആഖിറത്തി, അപ്പറഞ്ഞ അടുത്ത ലോകമുണ്ടല്ലോ അവിടെയും നൽകണമേ ഹസനത്ത്. എന്നിട്ട് പിന്നെയും പറഞ്ഞു വലിയ ശിക്ഷയായ നരകശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണേ. ഇതാണ് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ ഒരു ബോധ്യം മക്കൾക്ക്, ഞാൻ പറയട്ടെ, രണ്ട് വിഷയം കേൾക്കുക. കുട്ടി മനസ്സിനെയാണ് ഒന്ന് ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഒരു വിഷയം ബോധ്യപ്പെടുത്തുന്നെങ്കിൽ അവർ പിന്നെ അതിൽ വിടൂല, അതിൻ്റെ പിന്നാലെയായിരിക്കും അത്. ഇത് കുട്ടികളുടെ മനസ്സിനും സ്ത്രീകളുടെ മനസ്സിനുള്ളൊരു പ്രത്യേകത. ഒരു സ്ത്രീക്കെങ്ങാനും ഒന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു വിഷയം ഒന്ന് കുടുങ്ങിയാൽ, ആ സ്ത്രീക്ക് അത് കുടുങ്ങേണ്ട രൂപത്തിൽ കുടുങ്ങിയാൽ പിന്നെ രക്ഷയില്ല. അതിൻ്റെ വാക്താവും പ്രയോക്താവുമായി ഒരു സ്ത്രീ മാറും. അവിടെ ഒരു മാപ്പ് പോലും സ്ത്രീ നൽകൂല കേട്ടോ, സ്ത്രീക്ക് നൽകാൻ കഴിയില്ല അങ്ങനെ കുടുങ്ങിയാൽ. കാരണം അതാണ് വളരെ ആ രൂപത്തിലാണ് ആ മനസ്സ്. കുട്ടികളും അങ്ങനെ തന്നെ. ഈ സമയത്ത് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ഈ ലോകത്തും വിജയമാണോ, MBBS-നും എൻട്രൻസും IPS-ഉം IAS ഒക്കെ വേണോ, പരലോകത്തും വേണോ, രണ്ടിനും ചോദിപ്പിച്ച് പഠിപ്പിക്കണം. എന്നിട്ട് ഉംറ ചെയ്യിപ്പിക്കുമ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചോദിക്കേണ്ടത്, വേഗം ശരിയാവും. ഇതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ പിന്നെ ഒന്ന് സ്പീഡിൽ പോവുകയാണ്, ശ്രദ്ധിക്കാം. ഞാനൊരു കവിത, സഹോദരന്മാരെ, ഞാൻ ബഹ്റൈനിൽ പിന്നെ ഒരു ക്ലാസ് കേട്ടു. നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ ജസ്റ്റിസ് വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്. അദ്ദേഹം പറഞ്ഞു, പണ്ട് ഒരു പാട്ട് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളെ മക്കളുടെയൊക്കെ മനസ്സ് നന്നാവണം, മഹാന്മാരാവണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ മനസ്സ് നന്നാവേണ്ടത്? മറ്റുള്ള ആളുകൾക്ക് തങ്ങളുടെ മനസ്സിൽ ഇടം കൊടുക്കുമ്പോഴാണ് നമ്മളെ മനസ്സ് നന്നാവുന്നത്. ആരാണ് ഈ മറ്റുള്ള ആളുകൾ? നമ്മളെപ്പോലെ വളരാൻ കഴിയാതെ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത താഴെത്തട്ടിലുള്ള ആളുകൾക്ക് നമ്മളെ മനസ്സിൽ ഇടം കൊടുക്കുമ്പോഴാണ് നമ്മൾ മനസ്സ് വളരുന്നത്, നമ്മൾ മഹാന്മാരാവുന്നത്. ഞാൻ ഒരു കവിത കേൾപ്പിക്കുകയാണ്. ഈ കവിത നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. നിങ്ങൾ എവിടെന്നെങ്കിലോ കേട്ടതായിരിക്കും, എങ്കിലും നിങ്ങളൊന്ന് കേൾക്കുക. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതിനുത്തരം. ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതിനുത്തരം. ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക. ഇറ്റുവെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക. ഇറ്റുവെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക. ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തൻ്റെ കൂടെ കരുത്തിൻ്റെ കൂട്ടാവുക. വറ്റി വരണ്ടുവായി കീറിയ മണ്ണിൻ്റെ ഉള്ളം നിറയ്ക്കുന്ന മഴയാവുക. വെയിലേറ്റു വാടിത്തളർന്നൊരു പാന്തന്നു പായ് വിരിക്കും തണൽ മരമാവുക. മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിന്നു കുടയാവുക. മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിന്നു കുടയാവുക. വഴിതെറ്റിയുൽ കടലിരുളിൽ കിതയ്ക്കുന്ന തോണിക്കു ദിശതൻ വിളക്കാകുക. ഉറ്റവരെ ആൾക്കൂട്ടമൊന്നിൽ
ആഴമായി തിരയുന്ന കരയും കുരുന്നിന് തായാവുക. ആഴക്കയത്തിലെ കാഴ്ന്നു തായും ജീവ നുന്നിന്നുയർപ്പിന്റെ മരമാവുക. വയറെറിഞ്ഞാകെ വലഞ്ഞോനൊരുത്തന്റെ പശിമാറ്റുമുയറിച്ചോരാവുക. അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിന് കൂടെ പിറപ്പാവുക. അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിന് കൂടെ പിറപ്പാവുക. ആകെ തണുത്തു വിറയ്ക്കുന്ന വൃത്തന്നു ചൂടിന്റെ രോമപ്പുതപ്പാവുക. അറിവിന്റെ പാഠങ്ങളൊക്കെയും അരുളുന്ന ഗുരുസമക്ഷം കൂപ്പു കയ്യാവുക. നിലതെറ്റി വീഴുന്ന കൂടെ പിറപ്പിനെ താങ്ങുന്നൊരലിവിന്റെ നിഴലാവുക. നിലതെറ്റി വീഴുന്ന കൂടെ പിറപ്പിനെ താങ്ങുന്നൊരലിവിന്റെ നിഴലാവുക. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണിനി വളരാതെ ഒരു നല്ല മകനാവുക. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണിനി വളരാതെ ഒരു നല്ല മകനാവുക. ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതിന്നുത്തരം. ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക. ഞാനിത് ഇത്രയും സമയമെടുത്ത് കേൾപ്പിച്ചത് നമ്മളെ മക്കൾ ആരാവണം, ആരായാലും കുഴപ്പമില്ല. ഡോക്ടർ ആയാലും എൻജിനീയർ ആയാലും IAS ആയാലും IPS ആയാലും കർഷകനായാലും എൻജിനീയർ ആയാലും നല്ലൊരു ലോയർ ആയാലും ആരായാലും കുഴപ്പമില്ല. പക്ഷേ തിരിച്ചറിവിൻ്റെ ബാലപാഠം അറിയുന്ന ആളാവണം. IASകാരനായി ഒരു കലക്ടറായി കൊടിവെച്ച കാറിൽ വരുമ്പോൾ ഉമ്മ ഒരു IAS ആയിട്ടില്ല. ഉമ്മ പഴയ ആ ഒരു രീതിയിൽ അങ്ങാടിയിൽ മോമം നിൽക്കണേ എന്ന് പറഞ്ഞ് ചെന്നിട്ട് ഉമ്മ സന്തോഷം പ്രകടിപ്പിച്ചാൽ ആ ഉമ്മൻ്റെ മുന്നിൽ, അതാണ് അവസാനം പറഞ്ഞത്, IASകാരനാവാൻ പാടില്ല. വീട്ടിൽ പോയിട്ട് ഉമ്മനോട് പറയാം, ഉമ്മ ഞാൻ അവിടെ ഇവിടെയൊക്കെ പെങ്ങളവിടെ വരരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അയാളൊരു പ്രൊഫഷണലല്ല. നേരെ മറിച്ച് ഉമ്മൻ്റെ മുന്നിൽ എന്നും ആ പഴയ വളരാത്ത IASകാരനാവാത്ത ആ കളിക്കുന്ന ഉണ്ണിയായി എക്കാലത്തും നിലനിൽക്കാൻ കഴിയുമ്പോൾ എന്ന ഒരു മകനാണ് യഥാർത്ഥ പ്രൊഫഷണൽ. ആ പ്രൊഫഷണലായിക്കൊണ്ട് IASകാരും ഡോക്ടർമാരും എൻജിനീയറുമാവാൻ വേണ്ടി സ്വപ്നം കാണുക. അതിന് നമ്മളെല്ലാവരും സ്വപ്നം കാണുക, ഞാനടക്കം. അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഇതുവരെ നടക്കാത്ത പോറ്റി വളർത്തലുകൾ നടത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, അവിടെ തന്നെ ഒരു 2 മിനിറ്റും കൂടി ഇരിക്കുക. ഭക്ഷണം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ജസ്റ്റ് ഒന്ന് ഇരിക്കുക അവിടെ തന്നെ പ്ലീസ്. പറയണ്ടേ? നമ്മളൊക്കെ പരിചയപ്പെട്ട മാസിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ചരിത്രം. ഇസ്ലാമിക പ്രബോധന രംഗത്ത് മലയാളിയുടെ പുതിയ കാൽവെപ്പ്. 2001 മെയ് മാസത്തിലാണ് സ്നേഹസംവാദം മാസികയുടെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത്. ഇസ്ലാമിനെ അറിയാൻ ആഗ്രഹിക്കുന്ന വഴികാട്ടിയായി, ഇസ്ലാമിക പ്രബോധകരോടൊപ്പം അവർക്കുള്ള ബൗദ്ധിക സ്രോതസ്സായി, വിമർശകർക്ക് പിറകെ അവർക്കുള്ള മറുപടിയുമായി കഴിഞ്ഞ 17 വർഷം സ്നേഹസംവാദമുണ്ടായിരുന്നു. ഇന്ന് ഈ ചരിത്ര നിമിഷത്തിൽ
സ്നേഹസംവാദം മാറുകയാണ്. പുതിയ കാലത്തോടൊപ്പം നടക്കാനൊരുങ്ങുകയാണ്. ഇന്ന് മലയാളത്തിലെ ആദ്യത്തെ വെബ്സിൻ ജനിച്ചിരിക്കുന്നു. സംവാദം മാറുകയാണ്. പുതിയ കാലത്തോടൊപ്പം നടക്കാനൊരുങ്ങുകയാണ്. ഇന്ന് മലയാളത്തിലെ ആദ്യത്തെ വെബ്സിൻ ജനിച്ചിരിക്കുന്നു. സ്നേഹസംവാദം വെബ്സിൻ. അൽഹംദുലില്ലാഹ്. www.സ്നേഹസംവാദം.org ഇനി നിങ്ങളുടെ വെബ്സിൻ, മലയാളിയുടെ സ്വന്തം വെബ്സിൻ. ആനുകാലിക വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ പ്രതികരണമറിയാൻ ഇനി അടുത്ത 1-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതില്ല. ഇസ്ലാമിനെതിരെ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നവർക്ക് ഇനിയുള്ള മറുപടി അടുത്ത ലക്കത്തിലല്ല, ഉടനെയാണ്. ഇസ്ലാമിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊപ്പം, ഇസ്ലാമിക പ്രബോധകർക്കൊപ്പം മുഴുസമയവും ഉണർന്നിരിക്കുന്ന സൈബർ കൂട്ടാളിയായി ഇസ്ലാമിനെ ആക്രമിക്കുവാൻ ബ്ലോഗുകളെയും ട്രോളുകളെയും ആയുധമാക്കുന്നവർക്കുള്ള മാന്യമായ പ്രത്യാക്രമണവുമായി സദാ സജ്ജമായിരിക്കുന്ന ഓൺലൈൻ പോരാളി. സ്നേഹസംവാദം വെബ്സിൻ. ഈ പ്രബോധക പാതയിൽ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് കുതിപ്പിലും കിതപ്പിലുമെല്ലാം നിങ്ങൾ കൂടെയുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവേ, നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ. ആമീൻ. كتاب الله
صرتي من أهل القرآن صرتي من أهل الرحمن Well done, girls.